ഡി ഡി ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് കഴിഞ്ഞു. നിരവധി പ്രഖ്യാപനങ്ങൾ, ആഴ്ചതോറുമുള്ള ക്യാബിനറ്റ് ബ്രീഫിങ്ങുകൾ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയുമായി നേരിട്ട് തന്നെ ഓരോ പോയിന്റിലും കോർക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഡി ഡി ടോക്സിലുള്ളത്. മുൻ വ്യവസായ മന്ത്രി, നിയമമന്ത്രി പി രാജീവ്, അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു. സ്വാഗതം സർ. സർ, ഏതാണ്ട് ആഴ്ചയിൽ ഇപ്പോൾ ഏതാണ്ട് കൃത്യമായിട്ട് നമുക്കറിയാം ബുധനാഴ്ച ഇത് സംഭവിക്കും, ക്യാബിനറ്റ് ബ്രീഫിംഗ് സംഭവിക്കും, തൊട്ടു പിന്നാലെ താങ്കളുടെ വളരെ ബൃഹത്തായ കൗണ്ടർ പോയിന്റുകൾ ഉണ്ടാവും. എന്താണ് ഈ രണ്ട് എറണാകുളംകാരും തമ്മിലുള്ള പ്രധാന പ്രശ്നം? ഇപ്പോൾ ഇത് എറണാകുളംകാരുടെ പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഇത്രയധികം ജോലി തരരുത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. കാരണം നമ്മൾ മുഖ്യമന്ത്രി, ഞാൻ നേരത്തെ പറയുമ്പോൾ അദ്ദേഹം വേറെ രീതിയിലെടുത്തേ, നമ്മൾ മുഖ്യമന്ത്രി ആകുമ്പോൾ മുഖ്യമന്ത്രിയായി തന്നെ സംസാരിക്കേണ്ടി വരും. ഇപ്പം മന്ത്രിയായപ്പോൾ സംസാരിക്കുന്നതിനേക്കാൾ എനിക്ക് കുറേ കൂടി സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പോൾ സ്റ്റേറ്റിൻ്റെ അഭിപ്രായം പറയുന്നത്, ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ പാർട്ടിയുടെ അഭിപ്രായമാകാം, എൻ്റെ അഭിപ്രായമാകാം. പക്ഷേ മന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് സ്റ്റേറ്റിൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ആ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ വസ്തുതകളുടെ ആധികാരികത ഉറപ്പുവരുത്തേണ്ടത് ഒരു ആദ്യത്തെ ഉത്തരവാദിത്തമാണ്. അറിയാതെ പറഞ്ഞു പോകുന്ന രീതി നിയമസഭയിൽ അത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴുള്ള രീതിയല്ല മുഖ്യമന്ത്രിയിൽ നാട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ മിക്കവാറും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ എന്നും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കൈകാര്യം ചെയ്തിരുന്ന മേഖലകളാണ് കൂടുതൽ, അല്ലാതെ ഒത്തിരി ഉണ്ട്. അപ്പോൾ കുറേ കൂടി ഭാരം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. അത്രയും ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ എൻ്റെ വകുപ്പും ഞാൻ കൈകാര്യം ചെയ്തിരുന്നതും ബന്ധപ്പെട്ടിരുന്നതുമായ പ്രശ്നങ്ങളിൽ വരുന്ന വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, ഇപ്പോൾ നുണ എന്ന് പറയാം. പക്ഷേ പാർലമെൻ്ററി വാക്ക് നുണയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ശീലിച്ചു ഇത് വസ്തുതാവിരുദ്ധം എന്ന് പറയാൻ പാടുള്ളൂ എന്നാണ് ഈ പാർലമെൻ്ററി ഭാഷയിലുള്ളത്. അപ്പോൾ അതാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. ഓരോ മന്ത്രിസഭ ബ്രീഫിങ്ങും ഇങ്ങനെയുള്ള അവസരങ്ങൾ അറിയാതെ തന്നെ തുറന്നിട്ടുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഒക്കെ പ്രധാനമായിട്ട് 3-4 പോയിന്റുകളിലാണ് അടുത്ത കാലത്തായിട്ട് ചർച്ചകളൊക്കെ ഒരുപാടുണ്ടായിട്ടുള്ളത്. ഒരിപ്പം ടാറ്റയുടെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചുള്ള ചോദ്യം തന്നെ എടുക്കാം. അവിടെ മുഖ്യമന്ത്രി അത് വിശദീകരിച്ചു. അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ആകെ മൊത്തത്തിൽ വരാനിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ വ്യാപ്തിയെക്കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇനിയും ഒരു തർക്കത്തിന് സാധ്യതയുണ്ടോ? അദ്ദേഹം അത് വിസ്തീരിക്കുമ്പോൾ സത്യസന്ധത പുലർത്തിയില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമുക്ക് കാണേണ്ടത് എന്താ, ബ്ലൂംബർഗിന് കൊടുത്ത ആ പോഡ്കാസ്റ്റിങ്ങിനകത്ത് 3 വാചകങ്ങളാണ്. ആദ്യം വിഴിഞ്ഞം പറയുന്നു, അതിന് ടാറ്റ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു ഷിപ്പ് ബിൽഡിങ്ങിനകത്ത്. വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് ദ ലാൻഡ്, ഞങ്ങൾ ലാൻഡ് കൊടുക്കാൻ പോവുകയാണ്, 10,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഷിപ്പ് ബിൽഡിങ്ങിൽ ഇവർ വരുന്നത്. ഈ 3 വാചകങ്ങളാണ് പറയുന്നത്. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും 10,000 കോടി ടാറ്റ കേരളത്തിൽ മറ്റൊരു സ്റ്റേറ്റിലും ചെയ്യാത്ത നിക്ഷേപം വരുമ്പോൾ ഒരു ബ്രേക്കിംഗ് ആണ്. എല്ലാ മാധ്യമങ്ങളും നന്നായി വാർത്ത കൊടുത്തു. എന്നാൽ ഇക്കണോമിക് ടൈംസിൻ്റെ ഇൻഫ്ര ആ ടാറ്റ അമ്പരന്ന് പോയി എന്ന വാർത്ത വരുന്നത് വരെ ഒരു തിരുത്തും വന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. ഇങ്ങനെ വന്നതിൽ കാരണം നമ്മൾ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ കമ്പനികളാകുമ്പോൾ ക്രെഡിബിലിറ്റി പ്രധാനമാണ്. പിന്നെ ഡിസ്ക്ലോസ് എന്ത് ചെയ്യാം, നോൺ ഡിസ്ക്ലോസ് ഉണ്ട്, ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവർ പറയുന്നത് വരെ, ഇത് കള്ളമാണ് എന്ന് പറയുന്നത് വരെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും നിശബ്ദമായിരുന്നു. ഇത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് നേരത്തെ ഇവർ വന്നിരുന്നു, അവരൊരു വേറെ കമ്പനിയാണ്, അവർ മലബാർ സിമൻസുമായിട്ട് ധാരണയിലേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നില്ല ഇത് നേരത്തെ ഉള്ളൊരു പദ്ധതിയാണ്, ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു, ഞങ്ങൾ അത് നന്നായി പദ്ധതി. അത് യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന് മുമ്പ് തന്നെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഡാറ്റാ ബേസ്ഡ് ഗവേണൻസ്, ഇതെല്ലാം എൻ്റെ ഓഫീസിൽ വന്ന ആളുകൾക്കറിയാം. ഞങ്ങൾ ഡേറ്റും മിനിറ്റും സെക്കൻഡും വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ മോറിലെ ക്ലോക്കും ഡാഷ്ബോർഡ് സംവിധാനങ്ങളെല്ലാം. അവിടെ ടാറ്റയുടെ ഒരു സബ്സിഡറിയാണ് ആസ്റ്റൺ എഞ്ചിനീയറിംഗ്, ഇത് ഹൈദരാബാദ് കമ്പനിയാണ്. ഇവരെ ഒരു ഘട്ടത്തിൽ ടാറ്റ ഷെയർ ടേക്ക് ഓവർ ചെയ്യാണ്. അപ്പോൾ ഒരു സബ്സിഡറി കമ്പനിയാണ്. ഇവർ ചെറിയ നേവിക്ക് വേണ്ടി ഷിപ്പുകൾ, മെട്രോ, വാട്ടർ മെട്രോ, ഇതിനെല്ലാം ബോട്ടുകളൊക്കെ നിർമ്മിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2014 മുതൽ മലബാർ സിമൻസിന് വേണ്ടി പോർട്ട് ട്രസ്റ്റിൻ്റെ ലാൻഡ് ലീസിനെടുത്തിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ PSUവിൻ്റെ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ലാൻഡ് അവരുടെ ഇൻട്രസ്റ്റ് അവർക്ക് തന്നെ എടുക്കാം, ആ പണം അതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർ വന്നു. ആ ചർച്ച എൻ്റെ ചേംബറിൽ ചർച്ച നടന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊസീഡ് ചെയ്തു. അങ്ങനെയാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ അവർ ഇത് ഒപ്പുവയ്ക്കുന്നത്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന് മുമ്പ് ടാറ്റ ചെയർമാൻ ശ്രീ ചന്ദ്രശേഖരനെ ഞാൻ നേരിട്ട് പോയി കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു നമ്മൾ ഈ IKGS. അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും പോകാൻ ബുദ്ധിമുട്ടായിരിക്കും.
എന്നാൽ കേരളത്തിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ 2-3 മാസത്തേക്ക് ഒടുവില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് വെച്ച് ശ്രീ ചന്ദ്രുവിനെ കണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു സബ്സിഡറി ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇതാ. അപ്പോൾ അദ്ദേഹത്തിന് സബ്സിഡറി തന്നെ വലിയ പിടുത്തില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ അപ്പം തന്നെ നോക്കി, അത് ശരിയാണ്, ഇങ്ങനെയുള്ള കമ്പനിയാണ്, അവർക്ക് ദേ ഹാവ് ടേക്ക് ഡിസിഷൻ ബൈ ദെയർ ഓൺ കപ്പാസിറ്റി, അതിന് ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ഇത് മുന്നോട്ട് പോയി, MOU ഒപ്പുവെച്ചു. അതിനുശേഷം 2026 ഫെബ്രുവരിയിൽ ഗവൺമെൻറ് അതിന് അംഗീകാരം നൽകി. 2026 ഫെബ്രുവരി 19-നാണ്. അതേ മാസം തന്നെ ഫെബ്രുവരി 27-ന് ഐലൻഡ് പോർട്ട് ഈ ലാൻഡൊന്ന് മാറ്റി. കാരണം കുറേ കൂടി കൺവീനിയൻ്റ് ലാൻഡ് മട്ടാഞ്ചേരി വാർഫിലാണ്. ആ ലാൻഡ് അനുവദിച്ചുകൊണ്ട് 2026 ഫെബ്രുവരി 27-ന് അവർ ഉത്തരവിറങ്ങി. ലാൻഡ് ക്ലിയർ ചെയ്ത് നിർമ്മാണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ഒരു ആചാര സന്ദർശനമുള്ളൂ, KTC വിസിറ്റ് ഉണ്ടല്ലോ, ആ വിസിറ്റായിട്ട് ഇവർ പോയിരുന്നു. ഇവർ പോയി ആർസൻ ഗ്രൂപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ 58 കോടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ലാൻഡിൻ്റെ വില നമ്മുടെ ഷെയറായിട്ട് കണക്കാക്കും. പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് വെഞ്ചറാണ്. അതിൽ ബാക്കി ടെക്നോളജിയും ഇവരൊരു ഇൻവെസ്റ്ററെ കൂടി കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ MOU ഒപ്പുവെച്ചു. അതിന് ശേഷം ഇതിൻ്റെ വെറ്റിംഗ് കഴിഞ്ഞിട്ട് MOUയും ഞങ്ങളുടെ ഗവൺമെൻറ് സമയത്തിന് ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കാണും. അപ്പോൾ അദ്ദേഹത്തിന് അവരുടെ സമയത്ത് തുടങ്ങിയതാണ്. ഞങ്ങൾ കുറേ കൂടി നന്നായി അതിന് വേഗത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതൊക്കെ പറയാം, അത് പറയണം, അതാണ് നാടിന് ആവശ്യമായിട്ടുള്ളത്. പക്ഷെ അതങ്ങ് മറച്ചു വെച്ചു. അപ്പോഴാണ് ഇതിങ്ങനെയാണ്, ഇതാണ് കാര്യം. അപ്പോൾ അത് ഉടൻ തന്നെ വ്യവസായ മന്ത്രി പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ടാറ്റയുടെ ആളുകൾ ഞങ്ങൾ വന്ന് കണ്ടിരുന്ന ചിത്രം പുറത്തു വിട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വ്യവസായ മന്ത്രി ചിത്രം പുറത്തു വിട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ചിത്രം പുറത്തു വിടേണ്ടി വന്നു. കാരണം നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. IKGS-ൽ വന്ന അതേ ആൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു പറയേണ്ടിരുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരുന്നു. പക്ഷെ പറഞ്ഞു പോയപ്പോൾ സ്വാഭാവികമായിട്ടും പോഡ്കാസ്റ്റിങ്ങിൽ വന്ന കാര്യമാണ്. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ ഇത്തിരി വൈകി. പക്ഷേ നാം കാണേണ്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ടാറ്റ ഷിപ്പ് ബിൽഡിങ്ങിലേക്ക് കയറുന്നു, 10,000 കോടി കേരളത്തിൽ നിക്ഷേപിക്കുന്നു. ഇത് വരുമ്പോൾ ടാറ്റയുടെ ഷെയർ വാല്യൂ കൂടും, വലിയ ബൂം വരും, ആളുകൾ ഷെയറിലേക്ക് നിക്ഷേപിക്കും. ടാറ്റ അപ്പോൾ നിഷേധിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? സെബിയിൽ അടുത്ത പരാതി വരും, നിങ്ങൾ കൃത്രിമമായിട്ട് അത് കൃത്രിമമായിട്ടൊരു ബൂം ഉണ്ടാക്കിയല്ലോ. ഇത് ചെറിയ കാര്യമല്ല ശരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ ടാറ്റയെ കൊണ്ടുവരുന്നത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, 10,000 കോടി എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മന്ത്രി എന്ന നിലയിലോ മുഖ്യമന്ത്രി എന്ന നിലയിലോ പറയുമ്പോൾ ദാറ്റ് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് ദി ഗവൺമെൻറ്. അത് ആധികാരികമാണ്, ഭരണഘടനാ പദവിയിൽ നമ്മൾ പറയുന്നത്. അതിലാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത്. അത് കേരളത്തിനും അത്തരം പ്രസ്താവനകൾ ഗുണം ചെയ്യും. 2, വളരെ കോമ്പറ്റീറ്റീവാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സിനാറിയോ. ഇപ്പോൾ ഓരോ സ്റ്റേറ്റും, ഞാൻ തന്നെ ഒരു വിയറ്റ്നാം കമ്പനിയായിട്ട് ചർച്ച ചെയ്ത് 10% ലാൻഡ് കൊടുക്കാൻ തുടക്കത്തിൽ എന്നൊക്കെ ധാരണ. തമിഴ്നാട് 1 രൂപയ്ക്ക് കൊടുത്തു ലാൻഡ്, 1 രൂപയ്ക്ക്. അപ്പോൾ അങ്ങനെ വളരെ മത്സരം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, എത്ര പറയാം, എവിടെ പറയാം, ഈ ഒരു ധാരണ ആ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒരുപക്ഷെ അന്ന് ET ഇൻഫ്രയിൽ വരുന്ന ആ വാചകം തന്നെ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ റിസൾട്ട്സ് കാണിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശമായിരിക്കാം ഇതിന് കാരണം എന്ന് ടാറ്റയിലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കാണ് അതിൽ വന്നിരുന്നത്. പക്ഷെ എന്നാലും അപ്പോൾ അവിടെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം കാണിക്കേണ്ട ഒരു അടക്കം കാണിച്ചില്ല എന്നുള്ളതാണ് തങ്ങളുടെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ എല്ലാവരും മുഖ്യമന്ത്രിയാണല്ലോ. ഈസ് റെപ്രസെൻറ്റ് ദ സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റ്മെൻറ്റും ആധികാരികമായിരിക്കണം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിമാർ ചിലപ്പോൾ എഴുതി തയ്യാറാക്കി തന്നെ പറയും. കാരണം പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇത് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കാത്തൊരു വാചകം ചിലപ്പോൾ വന്നെന്ന് വരാം. ഇപ്പം എനിക്കത്ര ടെൻഷൻ്റെ കാര്യമില്ല. പക്ഷെ നമ്മൾ ആ പോസ്റ്റിലിരിക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വലിയ പ്രശ്നമായിരിക്കും. കാരണം ഒപ്പീനിയൻ ഓഫ് ദി ഗവൺമെൻറ്റാണ്. ഇനി അങ്ങനെ സംഭവിച്ചാൽ അത് പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിയുമ്പോൾ ഉടൻ തന്നെ നമുക്ക് ഉദ്ദേശമല്ലെങ്കിൽ അപ്പോൾ തന്നെ ക്ലാരിഫൈ ചെയ്യണം. ഇത് അവർ തന്നെ പറയേണ്ടി വന്നു, ഞങ്ങൾ അമ്പരുന്നു. ടാറ്റയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിന് അവർ നേരിട്ട് പറയുന്നൊരു എംബ്രാസ്മെൻറ്റാണ്. ചിലരെങ്കിലും ടാറ്റ പറഞ്ഞ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കും. സാധാരണഗതിയിൽ അവർ ഇറക്കാമെന്ന് പറഞ്ഞാൽ അതിനപ്പുറമൊന്നും പോകാനില്ല. അതുകൊണ്ടായിരിക്കണം അവർ ഈ പേര് പറയാത്ത ഉയർന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് ഞങ്ങൾ അമ്പരന്ന് പോയി എന്ന് പറയേണ്ടി വന്നത്. ഏതാണ്ട് ഒരു 24 മണിക്കൂർ നേരം അതൊരു വലിയ ഹെഡ്ലൈൻ പോലെ തന്നെ ആയിരുന്നു ആ ഒരു സാധനം. അതെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബ്ലൂംബർഗിൻ്റെ വീഡിയോ കാണുന്നു, അവിടെ കാണിക്കുന്ന സബ്ടൈറ്റിലുകൾ കാണുന്നു, കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാർത്ത കൊടുത്തു. പക്ഷേ 24 മണിക്കൂറോളം ഞങ്ങളത് തിരുത്തേണ്ടി വന്നു. അത് വാസ്തവമാണ്. അല്ല, ബ്ലൂംബർഗ് എന്ന് വെച്ചാൽ വളരെ വലിയ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് മേഖല ശ്രദ്ധിക്കുന്നൊരു മീഡിയ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കൂടി നമ്മൾ നോക്കണം. ഇപ്പോൾ കേരളത്തിൽ മാത്രം അറിയുകയാണെങ്കിൽ ടാറ്റ അറിയില്ല, ആരും അറിയില്ല, പിന്നെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ട് ട്രാൻസ്ലേഷൻ അല്ലേ, ഇത് ഇൻ്റർനാഷണൽ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അതേ ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞാണ് അദാനിയുമായിട്ടുള്ള വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ആ ഇൻ്റർവ്യൂ തന്നെ ഉണ്ടായിരുന്നു.
വിഴിഞ്ഞം പദ്ധതിയുടെ MSCയുടെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടും രണ്ടുപേരും ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ പല പോയിന്റുകളിലുമുണ്ടായി. എന്താണ് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്? MSC ഇവിടെ ഓഹരി നിക്ഷേപം വിഴിഞ്ഞത്തിൽ നടത്തുമ്പോൾ എന്താണ് ഇടതുപക്ഷം ഇത്രമേൽ ആശങ്കാകുലരായി മാറാൻ കാരണം? അതെന്ന് വെച്ചാൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ പൊട്ടൻഷ്യൽ വളരെയധികമാണ്. ഈ ഇൻ്റർനാഷണൽ സീ ലൈനുമായിട്ട് സീ റൂട്ടുമായിട്ട് ഏറ്റവും അടുത്തുള്ള ഏറ്റവും കൂടുതൽ ഡെപ്തുള്ള ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ടിൽ നിന്നാണ് ഒരു ഷിപ്പ് അടുക്കുമ്പോൾ മറ്റ് ഷിപ്പുകൾ കൊണ്ടുവരുന്നതിനേക്കാളും വലിയ തോതിൽ കോസ്റ്റ് എഫക്റ്റീവാണ്. മറ്റ് പോർട്ടുകളിലാണെങ്കിൽ കടലിൻ്റെ അപ്പുറത്ത് അത് കൊണ്ടുവന്ന് അത് നിർത്തി അവിടെ നിന്ന് അത് ചെറിയ ഇതിലേക്ക് മാറ്റി അങ്ങനെയൊക്കെയുള്ള ട്രാൻസ്പോർട്ടിങ് ലോജിസ്റ്റിക്കിൻ്റെ കോസ്റ്റ് കൂടും. വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ അതിന് ചുറ്റും നമുക്കൊരു മാനുഫാക്ചറിങ് ലോജിസ്റ്റിക്സ് സെക്ടർ വളർന്നു വരണം. അതുകൊണ്ടാണ് ഞങ്ങൾ വിഴിഞ്ഞം കോൺക്ലേവ് നടത്തി. അന്ന് MSCയുടെ പ്രധാനപ്പെട്ട ആളിലെല്ലാം വന്നിരുന്നു. ഞങ്ങൾ വന്ന് CM വരാൻ പറ്റിയില്ല, ഞങ്ങൾ തന്നെയാണ് നടത്തിയത്. തുറമുഖ വകുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താണ് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോകത്തുനിന്നെമ്പാടുന്നുള്ള പാർട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ രണ്ടും വിഴിഞ്ഞം വഴി തിരുവനന്തപുരത്തോ ചുറ്റുപതി മൊത്തം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അസംബിൾ ചെയ്യാം. ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ റോ മെറ്റീരിയൽ കോസ്റ്റിൽ വലിയ കുറവുണ്ടാവും ലോജിസ്റ്റിക് പാർട്ടിൽ. തിരിച്ചിവിടുന്ന് പ്രൊഡക്റ്റായിട്ട് വീണ്ടും വിഴിഞ്ഞത്ത് നിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും പോകും. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റും ബാധിക്കും. അപ്പം വലിയ കുറവ് പ്രൊഡക്റ്റിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ലോകത്തിൻ്റെ ഒരു മാനുഫാക്ചറിങ് സോണായിട്ട് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് പറ്റുന്നതായിരിക്കണം. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കപ്പൽ വരുന്നു, ചരക്ക് കൊണ്ടുപോകുന്നു, തിരിച്ച് കാലി പോകുന്നു, ഈ രൂപത്തിലാണുള്ളത്. ഈ പൊട്ടൻഷ്യൽ ഉപയോഗിക്കേണ്ടതാണ് ആവശ്യം. വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത ആദ്യത്തെ കരാർ തന്നെ കുഴപ്പമാണെന്ന് ഇപ്പോൾ വ്യക്തമായി. കാരണം അല്ലെങ്കിൽ 2500 കോടി അതിൽ മുഴുവൻ ഇപ്പോൾ മുടക്കേണ്ടി വന്നിട്ടില്ല. പൂർത്തീകരിക്കുമ്പോഴേ അവരുടെ ഭാഗം വരുന്നുള്ളൂ. ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. 30 വർഷത്തേക്ക് നമുക്ക് റവന്യൂ ഷെയർ കിട്ടില്ല, ലാഭം കിട്ടില്ല. പൂർണ്ണമായിട്ട് അവർ നടത്തിക്കൊണ്ടുപോകും. പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതാണ് 5000 കോടി നമ്മുടെ ഭാഗത്തു നിന്ന്. ഏകദേശം 29% അദാനിയുടെ മുതൽ മുടക്കമുള്ളത്. നമ്മുടെ മുതൽ മുടക്കും പിന്നെ ഒരു ചെറിയ പാർട്ട് അതിൻ്റെ വയബിലിറ്റി ഗ്യാപ്പായിട്ട് കേന്ദ്രം നൽകും. അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഏകദേശം 70% സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ അന്നത്തെ കരാർ പ്രകാരം 30 വർഷം കഴിയുമ്പോഴേ നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. എന്നാൽ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഈ വ്യവസായം വരാം, തൊഴിൽ വരാം, നികുതി വരാം. ഈ കരാറിൻ്റെ ഭാഗമായി ഇപ്പോൾ നോക്കൂ, ഇത്ര സമയം കൊണ്ട് 2500 രൂപ മുടക്കിയവർക്ക് അതിൻ്റെ 49% ഓഹരിക്ക് 13,200 കോടി രൂപ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ശരിക്കും കുറേ കൂടി നമുക്ക് കിട്ടേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൂംബർഗിൻ്റെ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അവർ ഞങ്ങൾ അറിയിക്കേണ്ടതായിരുന്നു, അറിയിച്ചില്ല. വി ഹാവ് നോ ഒബ്ജക്ഷൻ. ഇപ്പോൾ ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല, വി ഹാവ് നോ ഒബ്ജക്ഷൻ എന്നാണ്. പക്ഷേ അറിയിക്കുക എന്നല്ല, ഇതിനകത്ത് കരാർ അവരുണ്ടാക്കിയ കരാർ തന്നെയാണ്. ആ കരാറിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് പ്രയർ അപ്രൂവൽ എന്നാണ്. അപ്രൂവൽ അല്ല, പ്രയർ അപ്രൂവൽ. ഇവർ ചെയ്തിരിക്കുന്നത് ഈ ജൂൺ 29 സെബിയിൽ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് പ്രോസസ് ഈസ് ഓവർ. അടുത്തേൽ പറയുന്നുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ, അത് സാധാരണ എല്ലാ ഷെയർ കൈമാറ്റങ്ങളിലും വരുന്നൊരു ഭാഗമാണ്. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും റെഗുലേറ്ററി ക്ലിയറൻസസ് കൂടി വേണമെന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വാഭാവിക കൈമാറ്റം ഇവിടെ പറ്റില്ല. ദിസ് ഈ പ്രയർ അപ്രൂവൽ. Prior approval on 2 conditions. One, public interest. Second, national security. National security, അത് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ്, അവരാണ് അത് നോക്കുന്നത്. ഈ പബ്ലിക് ഇൻട്രസ്റ്റ് നമ്മൾ നോക്കണം. ഈ ഗവൺമെൻറ്റിനും നാടിനും എന്തെല്ലാം ഭാഗം വരും, അതിന് നമ്മൾ അതുകൊണ്ടാണ് ഷെയർ കൊടുക്കാം. അത് എഗ്രിമെൻറ്റിലുള്ള പ്രയർ അപ്രൂവൽ കൊടുക്കുമ്പോൾ ഈ സബ്ജക്റ്റ് ടു ദ കണ്ടീഷൻസ് ഉണ്ടാകും. ഇന്ന കണ്ടീഷൻ. 2, ഇവരുടെ വെച്ച എഗ്രിമെൻറ്റിൽ തന്നെ പറയുന്നത് 250 കിലോമീറ്ററിനകത്ത് പോർട്ടിൽ നിക്ഷേപമുള്ള ആരും ഇവിടെ നിക്ഷേപിക്കാൻ പാടില്ല. അദാനി ഗ്രൂപ്പും ഈ 250 കിലോമീറ്ററുള്ള മറ്റൊരു പോർട്ടിൽ അവർ നിക്ഷേപിക്കാൻ പാടില്ല. കാരണം അപ്പോൾ മത്സരത്തെ ബാധിക്കും. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം തൂത്തുക്കുടിയിൽ ET ബൻ റിപ്പോർട്ട് ചെയ്യേണ്ടത്, തൂത്തുക്കുടിയിൽ ഇവർ കണ്ടെയ്നർ ടെർമിനൽ ഇവർ ഈ സബ്സിഡിയാണ് നടത്തുന്നത്. അപ്പോൾ അവിടെയും ഒരു പ്രശ്നം വരും. ഇതെല്ലാം അവർ പരിശോധിക്കേണ്ടത് തന്നെ. ഈ പരിശോധന നടത്തുന്നതിനാണ് നേരത്തെ തന്നെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി അതെല്ലാം വ്യക്തമായി നിയമവകുപ്പ്, ധനവകുപ്പ് എല്ലാം പരിശോധിച്ച് നിയമപരമായിട്ട് കാര്യം നോക്കണം, സാമ്പത്തികമായ കാര്യം നോക്കണം. അത് പരിശോധിച്ചിട്ട് വേണം ഈ അപ്രൂവൽ വാങ്ങി വേണം ഇവർ വിൽക്കാനായിട്ട്. അപ്പോൾ ഇതിൽ പ്രൊസീജിയറൽ പ്രശ്നമാണോ ചൂണ്ടിക്കാട്ടുന്നത്, അതോ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുമെന്നുള്ളതാണ്? കേരളത്തിൻ്റെ പ്രൊസീജിയർ എന്തിനാണ്? കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണ്. അത് സ്പെസിഫിക്കാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. അല്ല അതുമാത്രം ഇത് ബൈൻഡിങ് ആണ്. ഈ ഡിസിഷൻ ഓഫ് ദ ഗവൺമെൻറ് ഈസ് ബൈൻഡിങ്.
അത് അവർ നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. ഗവൺമെൻറ് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റില്ല എന്നോട് വേറെ തർക്കത്തിന് നിൽക്കാൻ പറ്റില്ല. അതും കൃത്യമാണ്. അപ്പോൾ ഗവൺമെൻറ് നോക്കേണ്ടത് ഇങ്ങനെ ഒരു വന്നാൽ അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണം ഉണ്ടാക്കാൻ പറ്റും, അതിനെന്തെല്ലാം പുതിയ കണ്ടീഷൻ കൊണ്ടുവരാൻ പറ്റും, അത് നോക്കിയിട്ട് ആ സബ്ജക്റ്റ് ടു ദാറ്റ് കണ്ടീഷനാണ് ചെയ്യേണ്ടത്. പക്ഷേ പ്രയർ അപ്രൂവൽ ഇല്ലെങ്കിൽ ആദ്യം തന്നെ നോട്ടീസ് കൊടുക്കണം. നിങ്ങളിത് വയലേഷൻ ഓഫ് ദ കണ്ടീഷനാണ്, ഈ എഗ്രിമെൻറ്റിൻ്റെ കണ്ടീഷൻ വയലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡിസ്കഷനിലേക്ക് വരും. അതിനെ തുടർന്ന് നടപടി സ്വീകരിക്കും. ഞങ്ങളിപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ വിഴിഞ്ഞത്തെ നന്നായി കൊണ്ടുപോകണമെന്ന കാഴ്ചപ്പാടാണല്ലോ നമുക്കും എല്ലാവർക്കും ഉള്ളത്. കഴിഞ്ഞ 10 വർഷം ഗവൺമെൻറ് അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് മാറി പെട്ടെന്ന് തന്നെ ഈ വിഴിഞ്ഞമാകെ പ്രശ്നമാണെന്ന് പറയാനില്ല. ഞങ്ങൾ അധികാരം എടുക്കുമ്പോൾ തന്നെ കരാറെക്കുറിച്ച് ഞങ്ങൾക്ക് തർക്കമുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോഴും ഇത് നന്നായി കൊണ്ടുപോകണം എന്നുള്ളതാണ് കേരളത്തിന് ആകെ ഗുണപരമായി ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ വരുന്നൊരു പ്രായോഗിക പ്രശ്നമാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ധനകാര്യം, നിയമം, പൊതുഭരണം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത്. ഈ ബാക്കിപ്പോൾ ഒരു 50 വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്താലും കുഴപ്പമില്ല. എഡ്യൂക്കേഷൻ, ലേബർ, ഹെൽത്ത്, സഹകരണം, എക്സൈസ്, ഹോം, ഏത് കൈകാര്യം ചെയ്താലും കുഴപ്പമില്ല. ഈ നിയമം, ധനകാര്യം, ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ഓട്ടോണമിയുള്ള വകുപ്പുകൾ. ഈ 2 വകുപ്പാണ്. ജനറൽ പൊതുഭരണം എന്നുള്ളതാണ് ഏത് വകുപ്പിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വിന്യസിക്കുന്നത്. ഇപ്പോൾ വിഴിഞ്ഞം തന്നെ നോക്കൂ, തുറമുഖ വകുപ്പെന്ന് നോക്കി അത് തുറമുഖ മന്ത്രി നിയമമന്ത്രിക്ക് കൊടുക്കും, നിയമമന്ത്രി നിയമപരമായ വശം നോക്കും, അത് ഒരാൾ തന്നെയാണ്. തിരിച്ച് മുഖ്യമന്ത്രിക്ക് കൊടുക്കും. ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ വീണ്ടും ധനമന്ത്രിക്ക് കൊടുക്കും, അതൊരാൾ തന്നെയാണ്. ഇത് ചെക്ക് ആൻഡ് ബാലൻസ് നടക്കില്ല. അതുകൊണ്ടാണ് പിന്നെ ഇത് നോക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ആ പോസ്റ്റിൽ ആരിരിക്കണം എന്നത് നിയമവകുപ്പിൽ തന്നെയാണ്, നേരിട്ടാണ് സെലക്ഷൻ. ധനകാര്യ വകുപ്പിൽ മിക്കവാറും അങ്ങനെ തന്നെയാണ്. ബാക്കി എല്ലാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരെയും വിന്യസിപ്പിക്കുന്നത് പൊതുഭരണം. അപ്പോൾ ഈ ഫയൽ നോക്കേണ്ട ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ വകുപ്പുണ്ടല്ലോ, മുഖ്യമന്ത്രി CMO ആണ്. എൻ്റെ തന്നെ അഭിപ്രായം ഞാൻ തന്നെ നോക്കി ഞാൻ തന്നെ അപ്രൂവ് ചെയ്യും. അതാണ് എന്നുവെച്ചാൽ അടുത്ത എന്നിലേക്ക് തന്നെ കൊടുത്ത് അവിടെ ഞാൻ തന്നെ അപ്രൂവ് ചെയ്യും. തുറമുഖ വകുപ്പ് മന്ത്രി, തുറമുഖ സെക്രട്ടറി ആയിട്ടുള്ള രത്തൻ കേൽക്കർ നോക്കിയിട്ട് തുറമുഖ മന്ത്രിയെ CD സതീശന് കൊടുക്കും, തുറമുഖ മന്ത്രിയായ VD സതീശൻ മുഖ്യമന്ത്രിയായ VD സതീശന് കൊടുക്കും, മുഖ്യമന്ത്രിയായ VD സതീശൻ ക്ലാരിഫിക്കേഷന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായ രത്തൻ കേൽക്കർക്ക് തന്നെ കൊടുക്കും. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ധനകാര്യമായ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ പരിശോധിക്കാൻ ധനകാര്യമന്ത്രിയായ VD സതീശന് കൊടുക്കും. അദ്ദേഹം പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രിയായ VD സതീശന് കൊടുക്കും. നിയമപരമായിട്ടുള്ള വശവും അഡ്വൈസ് കിട്ടാൻ അദ്ദേഹം നിയമമന്ത്രി VD സതീശന് കൊടുക്കും. അത് തിരിച്ചിങ്ങോട്ട് വരും. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഒരു പ്രൊറോഗേറ്റീവ് ഉള്ളതല്ലേ വകുപ്പ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ? അദ്ദേഹത്തിന് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അതല്ലേ നാട്ടു നടപ്പും അത് തന്നെയല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ അദ്ദേഹത്തിന് ബാർ ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനെ എടുക്കാൻ പാടില്ല. പക്ഷേ റൂൾസ് ഓഫ് ബിസിനസ്സിൽ ഈ വകുപ്പുകളുടെ പ്രത്യേകത നോക്കിക്കൊണ്ട് മുഖ്യമന്ത്രിമാർ തന്നെ എടുക്കാത്തതെന്ന് വെച്ചാൽ എല്ലാ ഉത്തരവാദിത്തം എന്നെ തന്നെ വരില്ലേ? ഇപ്പോൾ ഞാനൊരു ഫയൽ നോക്കുമ്പോൾ സെക്രട്ടറിമാർ, എനിക്ക് ഉള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ച് സെക്രട്ടറിക്ക് തന്നെ കൊടുക്കും. ഇന്ന പ്രശ്നങ്ങൾ കാണുന്നുണ്ടല്ലോ. കാരണം സെക്രട്ടറി തന്നെ എഴുതി വരുന്നതാണ് കുറേ കൂടി ഭരണത്തിന് നല്ലത്. അല്ല നമ്മൾ തന്നെ അതിനകത്ത് മുകളിൽ ഓവറോൾ ഇത് നോക്കുമ്പോൾ എല്ലാം ഒരാൾ തന്നെ എത്തും. കോൺസ്റ്റിറ്റ്യൂഷനിൽ കുഴപ്പമില്ല, മുഖ്യമന്ത്രിക്ക് എല്ലാ വകുപ്പും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വയ്ക്കാമല്ലോ. പക്ഷേ ഈ പ്രധാനപ്പെട്ട നിയമം, ധനകാര്യം, പൊതുഭരണം, ഇതൊരിക്കലും കേരളത്തിലല്ല മിക്കവാറും സ്റ്റേറ്റിലും ഒറ്റ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യാറില്ല. ധനം കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ അപൂർവമായിട്ട്, അത് കുറച്ച് കടുപ്പുള്ള കാര്യമാണ്. നിയമവും ധനവും പൊതുഭരണവും മുഖ്യമന്ത്രി. പിന്നെ ഇത് എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാം അവസാനം നോക്കുന്ന CMO ആണ്. ക്യാബിനറ്റിലേക്ക് വയ്ക്കണോ വേണ്ടയോ അത് ഡിസൈഡ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. ക്യാബിനറ്റിലേക്ക് പോകണോ വേണ്ടോ എന്നുള്ളത്, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം സാർ ചൂണ്ടിക്കാട്ടുന്ന ഒന്ന് പ്രൊപ്പറേറ്ററിയുടെ ഒരു പ്രശ്നമുണ്ട്, 2 മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വിഴിഞ്ഞത്തിൽ ഇത്രയധികം ഓഹരികളുള്ളപ്പോൾ അതിൽ കേരളത്തിന് ഭയമുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് എൻ്റെ രണ്ടാമത്തെ ഒരു ചോദ്യം. അല്ല, നമ്മൾ പലതിൻ്റെ അനുഭവങ്ങൾ ഇപ്പോൾ പല ആർട്ടിക്കിളുകൾ വരുന്നുണ്ടല്ലോ. തൂത്തുക്കുടി അനുഭവം, സലാല അനുഭവങ്ങൾ, പല സ്ഥലത്തെ അനുഭവങ്ങൾ ഇപ്പോൾ നമുക്കിപ്പോൾ മെറ്റീരിയലുകൾ വരുന്നുണ്ട്. മൊണോപ്പൊളി ഉണ്ടാകാൻ പാടില്ല. ഒരു ഭാഗം ഉണ്ടെങ്കിലും ഇപ്പോൾ തൂത്തുക്കുടിയെ തന്നെ ഇവർക്കുണ്ടെങ്കിൽ ഇവരെ ഗവൺമെൻറ് വെരിഫൈ ചെയ്യണം. നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണല്ലോ, ഗവൺമെൻറ്റാണ് വെരിഫൈ ചെയ്യേണ്ടത് എന്താണ് നിയമത്തിൽ നിൽക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് കൂടുതൽ കണ്ടീഷൻ വയ്ക്കാം. ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ നിങ്ങൾ 1800 മുടക്കിയപ്പോഴും നിങ്ങൾക്ക് 13,200 കോടി അതിൻ്റെ പകുതിക്ക് കിട്ടിയല്ലോ. അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് ഈ പോർട്ടിന്. അതുകൊണ്ട് ഇന്ന കണ്ടീഷൻ പുതുതായിട്ട് വരണം, എവിടെയൊക്കെ നമുക്ക് റീവിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് അവസരം. അവർ വിൽക്കാൻ പോകുമ്പോൾ ഇതാണ് നമുക്ക് ഇടപെടേണ്ട അവസരം. ഇതുകൂടി വെച്ച് നേരത്തെ ഒരു കരാർ നിൽക്കുകയാണ്, ആ കരാർ നമുക്ക് തൊടാൻ പറ്റും. തൊട്ടാൽ അവർ ചിലപ്പോൾ തർക്കത്തിൽ പോയി ആർബിട്രേഷൻ പോകും, തർക്കം പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ബൈൻഡിങ് ആണ് ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ, വെദർ ഇത് പ്രയർ അപ്രൂവൽ വേണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ഈ കണ്ടീഷൻ വച്ചിട്ട് ഡിസ്കസ് ചെയ്ത് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ കിട്ടുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല.
അവർ വിളിച്ചറിയിച്ചുകൊണ്ട് നമുക്ക് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ, അദാനി എന്നെ വിളിച്ചിട്ട് നേരത്തെ അറിയിച്ചല്ലോ ഷെയർ വിൽക്കാൻ പോകണമെന്ന്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഈ ബ്ലൂംബർഗിൻ്റെ പറയുന്നുണ്ട്, അവരറിയിച്ചു, ഞങ്ങളറിയിച്ചു, നോ ഒബ്ജക്ഷൻ, അത് കുഴപ്പമില്ല. അങ്ങനെ പറയാൻ പാടില്ല മുഖ്യമന്ത്രി. ഞങ്ങൾക്ക് പ്രയർ അപ്രൂവൽ ചെയ്തിട്ടില്ല, വയലേഷൻ ഓഫ് ദ കണ്ടീഷനാണ്. ഇപ്പോൾ ഞങ്ങൾ നോക്കുന്നു, ഈ കണ്ടീഷൻ ഇന്ന കണ്ടീഷൻ ഉണ്ട്, പ്രതിപക്ഷത്തിന് അഭിപ്രായം ഉണ്ടോ അതുകൂടി ഞങ്ങൾ കേൾക്കും, വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ അതുകൂടി പരിഗണിക്കും. നമുക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തി വിഴിഞ്ഞം പോർട്ട് നിൽക്കണം, കുറേ കൂടി ശക്തിപ്പെടുത്തണം, കേരളത്തിന് ഗുണം കിട്ടണം, വി ആർ ഓപ്പൺ എന്ന് പറഞ്ഞാൽ അത് നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായമായി. അതിന് ഒരു വാശി പിടിക്കരുത്. ഈ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ഒരു ഉപചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകുന്നതായിരുന്നു. ഒന്ന്, നമുക്കെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ കേരളത്തിൻ്റെ വികസന സാധ്യതകളെ ഒരു പടി മുകളിലേക്ക് ഉയർത്തുമെന്ന് കരുതിയിരുന്ന ഒരു പ്രോജക്റ്റാണ്. എന്നാൽ ഇപ്പോഴും അതൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് സാധ്യതകളിൽ തന്നെ കുരുങ്ങി നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നത് നമുക്ക് കേരളം അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ബാക്കിയുള്ളത് കൊടുത്തിട്ടില്ല, എക്സിം തുടങ്ങാനുള്ള കൊടുത്തിട്ടില്ല, അതിന് ചുറ്റുപാടുമുള്ള മാനുഫാക്ചറിങ് സോണുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ കാരണം നമുക്കറിയാമായിരുന്നു ഈ പ്രോജക്റ്റ് ഇത്ര നാൾക്കുള്ളിൽ ഫിനിഷ് ചെയ്യും, ഇതിനുള്ള സാധ്യത നമുക്ക് നേരത്തെ ഒരുക്കിയിരുന്നെങ്കിൽ നമുക്കിത് പ്രയോജനപ്പെടുത്താൻ പറ്റുമായിരുന്നില്ല. കാരണം നമുക്ക് ഈ തമിഴ്നാടും കേരളവും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റും. ഇപ്പം നമ്മൾ ഇവിടെ ഒരു 100 ഏക്കർ സ്ഥലം വാങ്ങിക്കണമെങ്കിൽ മിക്കവാറും കേരളത്തിൽ നമ്മളൊരു ചിലപ്പോൾ 100 പേരോട് സംസാരിക്കേണ്ടി വരും. നിങ്ങൾ മറ്റു പല സ്റ്റേറ്റിൽ 1000 ഏക്കർ ഒരാളോട് സംസാരിച്ചാൽ മതി. പിന്നെ ലാൻഡ് കോസ്റ്റ് ഈസ് വെരി ഹൈ. പിന്നെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. ഇവിടെ തന്നെ ലാൻഡിൻ്റെ വില പെട്ടെന്ന് അങ്ങ് ബൂം ചെയ്തു. നമ്മൾ തന്നെ പല രീതിയിലും ഒരു ആപ്പ് ഉണ്ടാക്കിയിരുന്നു ആളുകൾക്ക് കൈമാറാൻ. വലിയ കമ്പനികൾ, ഇപ്പോൾ സർഫ് ഗ്രൂപ്പ് വന്നിരുന്നു, MSC തന്നെ ലോജിസ്റ്റിക് ഉൾപ്പെടെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് അവസാനം 1000 കോടി രൂപ വരെ വായ്പ എടുത്ത് കിൻഫ്രയ്ക്ക് നമ്മൾ ഒടുവിൽ ഇത് കൊടുത്തത്. അതിൽ കുറച്ചുകൂടി സ്ഥലം കണ്ടെത്താൻ നമ്മൾ കുറേ കൂടി അഗ്രസീവായി ഇറങ്ങേണ്ടതുണ്ട്. പക്ഷേ വില വല്ലാതെ കൂടി. ഞാൻ തന്നെ ഇവിടെ കുറേ മീറ്റിംഗ് ഇവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ വില വല്ലാതെ ഉയർത്തിപ്പിടിച്ചാൽ ഇനി നാഷണൽ ഹൈവേ കൂടി വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയോ കൊല്ലത്തോ എവിടെ വേണമെങ്കിലും വന്ന് ലോജിസ്റ്റിക് പാർക്ക് മാനുഫാക്ചറിങ് സോൺ ഉണ്ടാക്കാം. നമ്മുടെ പാലക്കാട് മാനുഫാക്ചറിങ് സിറ്റി വരുന്നുണ്ട്, സ്മാർട്ട് സിറ്റി. പക്ഷേ ഇവിടെ അത് കുറച്ചുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യേണ്ടത് കണ്ടിന്യൂവേഷൻ ആണല്ലോ ഗവൺമെൻറ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 1000 കോടി വച്ചു. അതിപ്പോൾ പറയുന്നില്ല. അത് ശരിക്കും കിൻഫ്ര ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനാണ്. നേരത്തെ കുറച്ച് സംഖ്യ ഉണ്ടായിരുന്നു, പോർട്ടിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു. കിൻഫ്രയ്ക്ക് ഒരു വേറെ സംവിധാനമാണ്, സിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അവരാണ് ഇത് വികസിപ്പിക്കേണ്ടിയിരുന്നത്. അതിനകത്ത് വേണ്ടത്ര മുന്നോട്ട് വരാതെ നിന്നപ്പോഴാണ് അവസാനമായപ്പോൾ വ്യവസായ വകുപ്പ് തന്നെ ഇത് ഏറ്റെടുക്കുക എന്ന ധാരണയിൽ ലാസ്റ്റ് ബഡ്ജറ്റിലെത്തി കിൻഫ്രയുടെ ഒരു ചുമതലയായിട്ട് വന്നത്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അതിൽ ഗവൺമെൻറ് മുന്നോട്ട് വരണം, പ്രതിപക്ഷവും അതിനെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അതിവേഗതയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഉദാഹരണത്തിന് റിംഗ് റോഡിൻ്റെ വികസനമായിരുന്നു എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഈ പോർട്ടിലേക്ക് ഒരു എക്സിം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ റിംഗ് റോഡ് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. പക്ഷേ അവസാന നിമിഷം പോലും പരിസ്ഥിതി അനുമതിയെ സംബന്ധിച്ച് പോലും ഒരു ക്ലാരിറ്റി കുറവ് കഴിഞ്ഞ മന്ത്രിസഭയുടെ പല വകുപ്പുകളിലും ഉണ്ടായിരുന്നു. ഒരുപാട് നാൾ ആ ഫയല് ഒരൊറ്റ സ്ഥലത്ത് വെറുതെ കടന്നിരുന്നു, അതാണ് വാസ്തവം. പക്ഷേ ഇത്തവണത്തെ സർക്കാർ വന്നു, അവരത് ഒറ്റയടിക്കാതെ അങ്ങ് പൊക്കിയെടുത്ത് കേന്ദ്രത്തിലേക്ക് വിട്ടു. അങ്ങനെ പറയാൻ പറ്റും. എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് മുമ്പ് കുറേ പ്രോസസ്സ് ഉണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഒരു ഡാഷ്ബോർഡ് വരുന്നുണ്ട്. ഇത് അവിടെ ഉള്ള ഡാഷ്ബോർഡ് തന്നെയാണ്, കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഡാഷ്ബോർഡ് തന്നെയാണ്. അതേ ഡൊമൈനാണ്, അതേ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു മാറ്റമില്ല. അദ്ദേഹം പുതിയൊരു അത്ഭുതമായിട്ട് പറഞ്ഞത് നിലവിലുള്ളത് തന്നെയാണ്. ഇതനുസരിച്ച് കഴിഞ്ഞ സി എമ്മിൻ്റെയും എല്ലാ മന്ത്ലി മീറ്റിംഗ് ഉണ്ട്, റിവ്യൂ ഉണ്ട് ഈ പ്രയോറിറ്റി പ്രൊജക്ട്സ്, അതിലെല്ലാം ഇത് വന്നിരുന്നു. എൻവയോൺമെൻറ്റ് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ ആ പ്രോസസ് ഇപ്പോൾ ഞങ്ങൾ നോക്കുക, 1000 ഏക്കർ പാലക്കാട് 10 മാസം കൊണ്ട് എടുത്തു കൊടുത്തു. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി കോറിഡോർ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഫസ്റ്റ് നമ്മളാണ്. കേരളമാണ് ഏറ്റവും ലാൻഡ് ഏറ്റെടുക്കൽ ബുദ്ധിമുട്ടുള്ള സ്ഥലമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഏറ്റെടുത്തു. നമ്മൾ പ്രത്യേക സംവിധാനം വർക്ക് ചെയ്തു. ഇപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ EC കിട്ടി, ബാക്കിയെല്ലാം കിട്ടി, ടെൻഡർ അവാർഡ് ചെയ്തു, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടി എന്തെങ്കിലും ആയിരിക്കും. സാങ്കേതികമായിട്ട് ഏത് എവിടെയാണ് നിന്നെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിവേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചിരുന്നത്. ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത്. അതെല്ലാം ഇപ്പോൾ ലഭ്യമാണ്. അത് കുറേ കൂടി വേഗത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാണ്. പിന്നീട് ഈ നമ്മുടെ ഭൂമിയുടെ ലഭ്യതയെക്കുറിച്ചുള്ള ഒരു വലിയ തർക്കം കിടക്കുന്നത് മിക്കവരും പറയുന്ന ഒരു പോയിൻ്റുണ്ട്. യഥാർത്ഥത്തിൽ ഭൂമി നമ്മളിവിടെ ഉണ്ട്, ലോക്കായി കിടക്കുകയാണ് പലയിടത്തും. അത് പഴയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോക്കായിപ്പെട്ട ഭൂമിയാണ്. പ്ലാന്റേഷൻ മുതൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ നീർത്തട സംരക്ഷണം മുതൽ, അങ്ങനെ പല രീതിയിലും അത് ലോക്കായി കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സാധ്യതകൾ ഇങ്ങനെ പിന്നോട്ട് വലിക്കുന്നതിൻ്റെ പിന്നിൽ ഇത്തരം ഒരു പക്ഷേ കാലഹരണപ്പെട്ട് പോയേക്കാവുന്ന ഇത്തരം നിയമങ്ങളുടെ കൂടി പ്രശ്നമില്ലേ? അല്ല, അതെല്ലാം കാലഹരണപ്പെടും. കേരളത്തിൻ്റെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കോളജിക്കലി വെരി ഇതായിട്ടുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ലാൻഡാണെന്ന് എല്ലാവർക്കും അറിയാം പാരിസ്ഥിതികമായിട്ട്.
അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു വശത്ത് CRZ നിയമങ്ങളുണ്ട്, നമ്മുടെ അല്ല, കേന്ദ്ര നിയമമാണ്. മറുവശത്ത് വെസ്റ്റേൺ ഗെറ്റ് റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ രാമസാർ അത് കേന്ദ്രത്തിൻ്റെയാണ്. വേമ്പനാട്ട് ലേക്ക് അവയൊക്കെ ബന്ധപ്പെട്ടുള്ളത് കേന്ദ്രത്തിൻ്റെയാണ്. നമ്മുടെ ഇപ്പോൾ ഒരു വശം തീരായി, മറുവശത്ത് ഈ പശ്ചിമഘട്ടായി, നടുക്ക് വരുന്നത് തണ്ണീർത്തട നിയമമായി. പിന്നെ 30% തന്നെ വനം കേരളത്തിൻ്റെ, ഏറ്റവും കൂടുതൽ വനം ജനങ്ങളുമായിട്ട് സ്ഥലം നോക്കുമ്പോൾ കേരളത്തിലാണുള്ളത്. പിന്നെ പ്ലാന്റേഷൻ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ലാൻഡാണ് നമുക്ക് വ്യവസായത്തിനും താമസിക്കാനും കമ്മേഴ്സിനുള്ളൂ. അതിൽ പക്ഷേ എൻവയോൺമെൻ്റലായിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിയമങ്ങളെല്ലാം കാലഹരണപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. പ്ലാന്റേഷൻ ഞങ്ങളിപ്പോൾ ഒരു ഇത് കൊണ്ടുവന്നിരുന്നു. അത് പക്ഷേ പ്ലാന്റേഷനായി നിർത്തേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് പ്ലാന്റേഷൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കാർബൺ ക്രെഡിറ്റിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നൽകുന്നത് ഒന്ന് ഫോറസ്റ്റും പിന്നെ നമ്മുടെ പ്ലാന്റേഷനുമാണ്. ഗ്ലോബൽ വാർമിംഗായി ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്ലാന്റേഷൻ ഒറ്റയടിക്ക് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന IIM ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, പ്ലാന്റേഷനായി നിർത്തുക. പക്ഷേ വിളകൾക്ക് ഡൈവേഴ്സിഫിക്കേഷൻ, റംബുട്ടാൻ, മാംഗസ്റ്റിൻ, പുതിയ കാലത്തിൻ്റെ ഫ്രൂട്ട്സ് കൊണ്ടുവരാം, ഒരു നിശ്ചയ ശതമാനം അതിന് ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇതാണ് ഞങ്ങൾ കൊണ്ടുവന്ന കാഴ്ചപ്പാട്. അത് പക്ഷേ പാരിസ്ഥിതികമായി ഇപ്പോൾ ഇദ്ദേഹം തന്നെ ഹരിത MLA ആയിരുന്നല്ലോ. അതുകൊണ്ട് ഒരിക്കലും പ്ലാന്റേഷൻ്റെ പച്ചപ്പിനെ തൊടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പ്ലാന്റേഷൻ ഒരു തരത്തിൽ വ്യവസായത്തിൻ്റെ കീഴിലായി കഴിഞ്ഞു. അതെ, ഞങ്ങളുടെ ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനം എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ഭൂമി ഒന്ന് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ കേരളത്തിന് എന്തുമാത്രം സാധ്യതകൾ നമുക്ക് തുറന്നു കിട്ടും. കോൺസെപ്റ്റ് വേറെയാണ്. പ്ലാന്റേഷൻ തന്നെ ഇൻഡസ്ട്രി ആണെന്നാണ്. അതെ, അല്ലാതെ പ്ലാന്റേഷൻ സ്ഥലത്ത് വേറെ ഇൻഡസ്ട്രി എന്നുള്ളതല്ല. പ്ലാന്റേഷൻ തന്നെ നമ്മളൊരു വ്യവസായമായിട്ട് കാണും. അതൊരു നയപരമായ തീരുമാനമാണ്. അത് പക്ഷേ എടുത്തിരുന്നെങ്കിൽ അതെടുത്തു. അതിൻ്റെ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സിങ്, ഫുഡ് പ്രോസസ്സിങ്, ഇതെല്ലാം ഇവിടെ കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾ പ്ലാന്റേഷൻ ടീ, കോഫി അല്ലെങ്കിൽ കൊക്കോ, ഇതിൻ്റെയൊക്കെ ഭാഗമായി പ്രോസസ്സിങ്. പിന്നെ ഇതിൻ്റെ ഭാഗം ഇപ്പോൾ റംബൂട്ടാൻ, മറ്റ് ഫ്രൂട്ട്സ് വരുന്നു. പിന്നെ ഞങ്ങളുടെ അതിൽ തന്നെ ഉണ്ട് 10 വർഷത്തിൽ കൂടുതൽ ആയുസ്സുള്ള ട്രീകൾ വരുന്നു. നമുക്ക് ഫോറസ്ട്രി, ഇതുപോലുള്ള ഫർണിച്ചർ ഇൻഡസ്ട്രി അതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ആ കാഴ്ചപ്പാടനുസരിച്ച് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് 15 ഏക്കറിൽ കൂടുതൽ നമുക്ക് കൈവശം വയ്ക്കാൻ പറ്റില്ല. ഇതാണ് ഒരു ലോക്കമുള്ളത്. അല്ല, ആ പോയിന്റിലേക്കാണ് ഞാൻ എത്തുന്നത്. അതെ, അതിലിപ്പോൾ ഞങ്ങൾ തന്നെ ഒരു ഇത് കൊണ്ടുവന്നിരുന്നു. നമുക്കത് ഒറ്റയടിക്ക് കേരളത്തിൽ കുറച്ച് സെൻസിറ്റീവാണ് ഇഷ്യൂ. അല്ല, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം സെൻസിറ്റീവ് ആവേണ്ട കാരണം? ലാൻഡ് കുറവാണ്. അത് രൂപം കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം കഴിഞ്ഞില്ലേ എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോൾ ഈ ഇങ്ങനൊരു കൂടുതൽ കിട്ടാൻ തന്നെ കാരണം ഈ എക്സംഷൻ വന്നുകൊണ്ടാണ് പ്ലാന്റേഷൻ ഉൾപ്പെടെ. ഈ നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ 2.9% ജനങ്ങൾ ഇന്ത്യയുടെ ഉള്ളൂ. പക്ഷേ പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് വെരി ഹൈ. നമുക്ക് സ്ഥലമില്ല. ഈ സ്ഥലം തന്നെ ഇത്തരത്തിലുള്ള ഇക്കോളജിക്കലി സെൻസിറ്റീവാണ്, ഫ്രജൈലാണ് നമ്മുടെ ലാൻഡ്. അപ്പോൾ അതിനകത്തും ഇന്ന് ഉപയോഗിക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ തന്നെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. എന്നാൽ നമുക്ക് ആവശ്യമായിട്ട് വരും, വ്യവസായങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പ്രൊസീജിയറുണ്ട്, എക്സെപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അന്ധമായി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. ആ പ്രൊസീജിയർ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, അതാണ് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചു. ഒരു ക്യാബിനറ്റ് കമ്മിറ്റി, ഇപ്പോൾ ഇൻഡസ്ട്രി ആണെങ്കിൽ റവന്യൂ മിനിസ്റ്റർ, ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ, സെക്രട്ടറീസ്, അവർക്ക് തീരുമാനമെടുക്കാം. 1 ഏക്കറിൽ 20 കോടി 20 തൊഴിലവസരവും 2 കോടി അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് ക്ലിയറൻസ് കൊടുക്കും. പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ എടുത്തിട്ടിപ്പോൾ ഒരു 100 ഏക്കർ എടുത്തു, അതിൽ തൊഴിലുണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ഗുണമുണ്ടാവും? അപ്പോൾ ആ കണ്ടീഷൻ വെച്ചിട്ട് ഇത്ര തൊഴിലുണ്ടാകുന്നു. 15 ഏക്കർ വരെ കുഴപ്പമില്ല. 15 ഏക്കറിന് അഡീഷണൽ വരുന്ന ഓരോ ഏക്കറിനും ഇത്ര തൊഴിലുണ്ടാകണം, ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റും വരണം. അപ്പോൾ നമ്മൾ അനുമതി കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തിന് ഈ ഭൂമി ലഭ്യതയെക്കുറിച്ചുള്ള ഈ പ്രശ്നം ഉണ്ടാവേണ്ടതല്ലല്ലോ. ഈ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ. അല്ല, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടമസ്ഥരാണല്ലോ കൊടുക്കേണ്ടത്. അതെ, അതിൻ്റെ വിലയും പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ഷറഫ് ഗ്രൂപ്പുകാർ വന്ന് അവസാനം നോക്കുമ്പോഴും അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇവരുടെ പറയുന്ന വില. നമ്മുടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ സ്റ്റേറ്റിനേക്കാൾ പ്രീമിയം ലാൻഡല്ലേ, ഭയങ്കര കോസ്റ്റല്ലേ. ഇപ്പോൾ കേരളത്തിൽ ഒരാൾ ആദ്യഘട്ടത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇത്ര പണം മുടക്കില്ല. പിന്നെ ഞങ്ങളിപ്പോൾ ആലോചിച്ചത്, ഇപ്പോൾ 1000 കോടി മുടക്കുമ്പോൾ കുറേ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ സബ്സിഡൈസ് ആയിട്ട് നമ്മൾ ലാൻഡ് കൊടുക്കേണ്ടി വരും. അത് ഗവൺമെൻറ് ബെയർ ചെയ്യണം. അതിന് പിന്നെ നമുക്ക് ടാക്സ് കിട്ടും, തൊഴിലവസരം ഉണ്ടാകും, തിരിച്ച് റിട്ടേൺ എക്സ്ചക്കറിന് കിട്ടുമെന്ന കാഴ്ചപ്പാടിൽ അതാണ് ഞങ്ങളൊരു പുതിയ സ്കീം ഉണ്ടാക്കി. കിൻഫ്രയുടെ നമ്മുടെ ലാൻഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 100 കോടിക്ക് മുകളിൽ നിക്ഷേപമാണോ 10% അടച്ചാൽ മതി ലീസ് വാല്യൂവിൻ്റെ. നിങ്ങൾക്ക് 2 വർഷം ഒന്നും അടയ്ക്കണ്ട,
കാരണം ആ സമയത്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷീനറി മറ്റു കാര്യങ്ങൾ ആവശ്യം. അപ്പോൾ നമ്മൾ ഈ കൂടുതൽ പണം ലാൻഡിന് മുടക്കി കഴിഞ്ഞാൽ എങ്ങനെ വ്യവസായം കൊണ്ടുപോകാൻ പറ്റും? അപ്പോൾ നിങ്ങൾ 10% അടച്ചാൽ മതി. 2 വർഷത്തേക്ക് മൊറട്ടോറിയം, പിന്നെ 10 ഇൻസ്റ്റാൾമെൻ്റായിട്ട് മൊത്തം അടച്ചാൽ മതി. അപ്പോഴേക്കും അത് വൈബിളായി, ബ്രേക്ക് ഈവണായി, ലാഭത്തിലേക്ക് വരും, അവർക്കും പ്രശ്നമില്ല. അതേപോലെ തന്നെ ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, 20% അടച്ചാൽ മതി, 2 വർഷം മൊറട്ടോറിയം, 10 വർഷം 5 വർഷം കൊണ്ട് ഇൻസ്റ്റാൾമെൻ്റായിട്ട് അടച്ചാൽ മതി. അതെല്ലാം കുറേ കൂടി അട്രാക്റ്റീവായ സ്കീമായി ഞങ്ങൾക്ക് നടപ്പിൽ വരുത്താൻ കഴിഞ്ഞു. അപ്പം പൊതുവെ വ്യവസായത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ, ഒരുപാട് അഴിച്ചുപണിയലുകളൊക്കെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ നടന്നു. അത് വാസ്തവമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ചൊരു വലിയ തർക്കം, വലിയ വാദങ്ങളും ഒക്കെ നിങ്ങൾ തമ്മിൽ നടന്നെങ്കിലും അടുത്തിടയ്ക്ക് നീതി ആയോഗിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ഇൻഡെക്സ് 17 ലേറ്റസ്റ്റ് വന്നത്, ഈ ജൂലൈയിൽ റിലീസായത്. അപ്പോൾ അതിൽ നമ്മൾ 17ാം സ്ഥാനത്താണ് അല്ലേ ഓവറോളായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ അങ്ങേ അറ്റത്ത് നിന്നു എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനം ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇൻഡെക്സിങ്ങിലേക്ക് വരുമ്പോൾ 17ാം സ്ഥാനത്തേക്ക് പോകാനുള്ള കാരണം എന്താണ്? അതിലിപ്പോൾ ഒന്നുകൂടി നോക്കേണ്ട സൂക്ഷ്മമായി, ആ റിപ്പോർട്ട് നോക്കിയിട്ടില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വ്യവസായ സൗഹൃദം, ചിലർ പറഞ്ഞതിപ്പോൾ ഇങ്ങനെ വെച്ചാൽ തുടക്കത്തിൽ തന്നെ BRAP ആണ്, ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. സൈറ്റ് അപ്പോൾ EODB ആണ്, ലോകബാങ്കിൻ്റെ സൈറ്റായിരുന്നു EODB. നേരത്തെ തുടക്കം മുതൽ തന്നെ ഇത് ഒരേ സ്കീം തന്നെയാണ്. ഇടയ്ക്ക് അവരുടെ ക്രൈറ്റീരിയ മാറും. നേരത്തെ 100% സബ്ജക്റ്റീവ് ഫാക്ടറായിരുന്നു. 100% സാമ്പിളുകൾ വിളിച്ചു ചോദിക്കും. ആ മാർക്കിലാണ്. കാരണം ഞാൻ നോക്കുമ്പോൾ ഞാൻ വരുമ്പോൾ 28ാം സ്ഥാനത്താണ്. 28 ആകേണ്ടതല്ല കേരളം. ലക്ഷദ്വീപ് 16-17 ഉണ്ട്. ലക്ഷദ്വീപിൽ അന്ന് ഒറ്റ ഇൻഡസ്ട്രി ഇല്ല. അപ്പോൾ നോക്കിയപ്പോൾ 100% ഫീഡ്ബാക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി മാർക്കിട്ടാലേ നമ്മളാവുള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് മാറി 50-50 ആയിരുന്നു. ഇതിലല്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ തന്നെ ഞങ്ങൾ 2 വർഷം കൊണ്ട് മാറ്റം വരുത്തി. കേന്ദ്രത്തിൻ്റെ റാങ്കിങ്ങിൽ തന്നെ കേരളം 1ാമതായി. നമുക്കത് നിലനിർത്താനും കഴിഞ്ഞു. ഇപ്പോഴത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുതിയതാണ്. ഞാൻ അതിൽ കുറച്ച് വർക്ക് ചെയ്തതാണ്. നീതി ആയോഗിൽ ഞങ്ങൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പുതിയ ക്രൈറ്റീരിയകളാണ്. അപ്പോൾ അതിലെവിടെയാണ് പുറകിൽ പോയി നോക്കേണ്ടി വരും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ തന്നെ നമ്മൾ മുൻപിൽ വന്ന ഒരു ഘടകങ്ങൾ, പല ഘടകങ്ങളുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വന്ന ഇന്ത്യയിലെ ഒരു ഘടകം അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ആണ്. നിങ്ങളിപ്പോൾ എത്ര ശരിയാണ്, ഇൻഫ്രാസ്ട്രക്ചറിൽ ആ പില്ലറിൽ 3ാം സ്ഥാനത്താണ്. എന്നിട്ട് അത്ര നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റി ഈ കാലം കൊണ്ട്. എന്നാൽ നമുക്ക് കുറേ കൂടി മാറ്റം വരും. ഞാൻ റിപ്പോർട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ എവിടെയാണ് നമ്മൾ ഞങ്ങൾ ഒരു മീറ്റിങ്ങുകൾ തുടർച്ചയായിട്ടുണ്ടായിരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നീതി ആയോഗിന് പുതിയ ക്രൈറ്റീരിയ ആയിട്ടാണ് വന്നത്. അതിൽ നമുക്ക് കാണേണ്ടത് ഇപ്പോൾ നമ്മൾ ഇനിയും പുറകെ പോകും. കാരണം ഈ പവർ സപ്ലൈയുടെ പ്രശ്നം, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈയിലാണ് കേരളത്തിന് ഒരു ഗുണം കിട്ടിയ ഒരു പോയിൻറ്റ്. ഇപ്പം നിങ്ങൾക്ക് എപ്പോൾ കറണ്ട് പോകും, ഇപ്പോൾ മന്ത്രി പറഞ്ഞ പോലെയല്ല കറണ്ട് വന്നിട്ട് ഓപ്പറേഷൻ നടത്തിക്കൂടെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ സർജറി ചെയ്യുമ്പോൾ ഒരു കറണ്ട് പോയാൽ എന്ത് ചെയ്യും? രോഗി പോയില്ലേ? വളരെ ആംബുലൻസ് അതിവേഗതയിൽ ട്രാഫിക്കെല്ലാം ക്ലിയർ ചെയ്തിട്ട് നേരെ തിയേറ്ററിലേക്ക് ആളെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുമ്പോൾ വെയിറ്റ്, പവർ കട്ട് കഴിയട്ടെ എന്ന് മന്ത്രി പറഞ്ഞ പോലെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞ പോലെ. പെട്ടെന്ന് നമ്മുടെ ചോദ്യം കറണ്ടിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്. അതിലും മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു സർക്കാർ വന്നിട്ട് 1 മാസം കൊണ്ട് എന്നാൽ പിന്നെ എല്ലാവരും കറണ്ട് കട്ടിലേക്ക് വിടാം എന്ന് ഒരു സർക്കാരിനെ കൊണ്ട് പറ്റുമോ? കാരണം അത്രയും പിടിപ്പുകേടനെയും പറ്റും. എന്തുകൊണ്ട് ഇതിനു മുൻപ് ഇപ്പോൾ അദ്ദേഹം പറയുന്ന വസ്തുതാവിരുദ്ധത്തിൽ ഇപ്പോൾ വക്കഫ് നോക്കൂ, എത്രയോ വസ്തുതാവിരുദ്ധ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നോക്കൂ, യഥാർത്ഥത്തിൽ എല്ലാം അവൈലബിൾ ആണല്ലോ. പണ്ടത്തെ പോലെ പണ്ട് പറയുമല്ലോ ഒരു മുഖ്യമന്ത്രി നുണ പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമേ വായ തുറക്കുള്ളൂ എന്ന് പണ്ടൊരു കാലത്ത് ഞങ്ങളെ കുട്ടികളാകുമ്പോൾ കേട്ട കാലമുണ്ട്. ഇന്നതല്ലല്ലോ, ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലല്ലേ. 2 മിനിറ്റ് കൊണ്ട് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം 100 നുണ പറഞ്ഞാൽ ഇത് മുഴുവൻ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോഴേക്കും അടുത്ത സെറ്റ് വരാണ്. അത്രയും പ്രശ്നമുള്ളൂ. ഇപ്പോൾ ഇതിൽ നോക്കി പവർ എഗ്രിമെൻറ്റ് അതൊക്കെ അവരുടെ സമയത്ത് വെച്ചതാണ്. പക്ഷേ അതിനകത്ത് വൈലേഷൻ വന്നുകൊണ്ടാണ് ഗവൺമെൻറ് ഒരിക്കലും റദ്ദാക്കിയിട്ടില്ല. ഞങ്ങൾ കൊണ്ടുപോയായിരുന്നല്ലോ. റെഗുലേറ്ററി കമ്മീഷൻ അത് ഇങ്ങനെ അവരുടെ അനുമതി ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് കോട്ട് ചെയ്ത ആൾക്കല്ല, ലോവസ്റ്റ് റേറ്റിനല്ല കൊടുത്തത്. കുറച്ച് പ്രശ്നങ്ങൾ വന്നു. ഹൈക്കോടതി കേസ് വന്നു. ഹൈക്കോടതി കമ്മീഷനോട് പറഞ്ഞു നിങ്ങൾ ഉടൻ 3 മാസം കൊണ്ട് തീരുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കമ്മീഷൻ തീരുമാനിച്ചിട്ട് അത് റദ്ദാക്കുമ്പോഴും ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് അതിനകത്ത് ഒബ്ജക്ഷൻ ഉള്ള കരാർ തന്നെയാണ്. ക്യാബിനറ്റ് പ്രത്യേകം ചർച്ച ചെയ്തു. അതിനകത്ത് ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് അനുസരിച്ച് ക്യാബിനറ്റ് ആ റെഗുലേറ്ററി കമ്മീഷൻ അതോറിറ്റിയെ ഓവർ റൂൾ ചെയ്യാനുള്ള, നമുക്ക് യൂണിലാറ്ററി ചെയ്യാൻ പറ്റില്ല, അത് അങ്ങോട്ട് കൊടുത്ത് കമ്മീഷൻ കൊടുത്ത് അത് തീരുമാനമാക്കി. അതിനെതിരെ ഈ കക്ഷികൾ ഹൈക്കോടതി പോയതുകൊണ്ടാണ് ഇവരേക്ക് എത്തിയത്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ മഴയുടെ കാലമല്ലേ, ഇപ്പോൾ മാർച്ച് ഏപ്രിൽ ഏറ്റവും കൂടുതൽ പീക്കായിട്ട് ഏറ്റവും AC എല്ലാം ഉപയോഗിക്കുന്നത്. എന്ന് മാത്രമല്ല ഞങ്ങളുടെ ലാസ്റ്റ് ഇലക്ഷന് തൊട്ട് മുമ്പ് വളരെ ക്രൂഷ്യലായിരുന്നു. കാരണം ഗ്യാസില്ല. ഇറാൻ വാറിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയല്ല. ആളുകളുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട എന്തായിരുന്നു? അന്ന് ഇൻഡക്ഷൻ കുക്കറായിരുന്നു. ഇൻഡക്ഷൻ കുക്കർ 4 മടങ്ങ് ഉപയോഗിക്കുകയാണ്.
അപ്പോൾ പവറിൻ്റെ ആ കൺസംഷൻ എന്നുള്ളത് ബൂസ്റ്റ് ഒറ്റയടിക്ക് റോക്കറ്റായിട്ട് ജമ്പ് ചെയ്യാണ്. അത്രയും വന്നിട്ടും ഒരു പ്രശ്നമില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റി. അപ്പം മാനേജ്മെൻറ്റ് പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു അവരത് പഠിക്കുന്നില്ല എന്നുള്ളൂ. ഈ വശം എങ്ങനെ അത് കൈകാര്യം ചെയ്യാം, ഏത് രൂപത്തിൽ ചെയ്യാം, അതിലുള്ള ഒരു പിടിപ്പുകേട് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ വഖഫ് വിഷയത്തിലേക്കും കൂടെ വരാം. അതിലും അത് നിയമപരമായ വിഷയം കൂടിയാണ്, അതുകൂടാതെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിഷയം കൂടിയാണ്. എങ്ങനെയാണ് പുതിയ വഖഫ് നിയമത്തിൽ വന്ന പുതിയ ഭേദഗതികൾ എന്തായാലും ഒരു രാജ്യത്ത് ആ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തിയല്ല പ്രവർത്തിക്കാൻ പറ്റും ഏത് സംസ്ഥാനത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ 12ാം സെക്ഷനിലാണെന്ന് തോന്നുന്നു, 14ാം സെക്ഷനിലാണ് പ്രധാന കണ്ടസ്റ്റേഷൻ വരുന്നത് സംസ്ഥാനത്തിൻ്റെ. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും? ഞങ്ങൾ അങ്ങ് ഒഴിച്ചിട്ടേക്കാം. അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുന്നത്, ഇടതു സർക്കാർ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളത് ഭാവിയിൽ അത് ഫില്ല് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞു, അമ്മുസ്ലിമുകളെ വെച്ച് ഫില്ല് ചെയ്യുന്നതാണ് നോട്ടിഫിക്കേഷൻ. നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നു പത്രക്കാർ പറയും. ഇവരൊന്ന് കൈവച്ച് ഇനിയൊക്കെ കൈവച്ച് പോകണം പത്രക്കാർ. എന്നുവെച്ചാൽ അതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല. നമ്മൾ കാണേണ്ടത് വഖഫ് നിയമത്തിലെ ഈ 14ാമത്തെ വകുപ്പാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വഖഫ് ബോർഡ്സ്. അതിലാണ് 2 പേർ മിനിമം 2 അമ്മുസ്ലിം വേണമെന്നുണ്ട് കാറ്റഗറി. മുസ്ലിം വേണം, പണ്ട് അങ്ങനെയല്ല, MP മുസ്ലിം ആയിരിക്കണം, എല്ലാവരും മുസ്ലിമാണ് നേരത്തെ. കാരണം ഇതിൻ്റെ പ്രശ്നത്തിൽ വഖഫ് ഒരു ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ വിശ്വാസമാണ് വഖഫിലേക്ക് പ്രോപ്പർട്ടിയിലേക്ക് എത്തിക്കുന്നത്. അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം കൈകാര്യം ചെയ്യുന്നത് ആ മതവിഭാഗത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഞങ്ങൾ ദേവസ്വം ബോർഡിന് വോട്ട് ചെയ്യുമ്പോൾ ഹിന്ദു MLA മാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു നിയമം ഉള്ളതുകൊണ്ടല്ലേ, കൃത്യമായിട്ട് നിയമം ഉള്ളതുകൊണ്ട്. അത് നിയമത്തിനൊരു ബേസ് ഉണ്ടല്ലോ. നിയമം വരുന്നതിനുള്ള ഒരു അടിസ്ഥാനങ്ങളുണ്ടല്ലോ. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഹിന്ദു മന്ത്രിമാരുടെയാണ് ഒരു പദ്ധതി. ബാക്കി എത്ര മന്ത്രിമാരുണ്ട്? ശരിക്കും അങ്ങനെ പാടുണ്ടോ? മന്ത്രിമാരെ ഹിന്ദു ക്രിസ്ത്യാനിയും തിരിക്കാൻ പാടുണ്ടോ എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം. പക്ഷെ അതാണ് നിയമം. ഇതിനകത്ത് ഇപ്പോൾ MLA ആരും ആകാം, MP ആരും ആകാം. ആകെ വരേണ്ടത് മുത്തുവല്ലി, പിന്നെ ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ മുസ്ലിം വേണം. അവിടെയും പറയുന്നത് മുസ്ലിം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആളെ വയ്ക്കാമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഞങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ട്. ഞങ്ങളുടെ പൊസിഷൻ എന്ന് വെച്ചാൽ ഒന്നിത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതിൽ അവരാണ് കൈകാര്യം ചെയ്തത്. ലോജിക്കലല്ല ഒരു നോൺ മുസ്ലിം ഇൻക്ലൂഷൻ. സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ ഇത് ആർട്ടിക്കിൾ 14 തുല്യതയുടേതാണ്. ഒരിടത്തും ഇവിടെ മാത്രം വരുമ്പോൾ ഈ വിശ്വാസത്തെ നിങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ് അഗെയിൻസ്റ്റ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 25, 26 അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയാണ്. അതിനെതിരാണ് ഈ ക്ലോസ്. അപ്പോൾ അതുകൊണ്ട് എന്ന് മാത്രമല്ല, വേണമെങ്കിൽ മുസ്ലിം മൈനോറിറ്റി ആകാം. ആകെ 2 നോൺ മുസ്ലിം വേണമെന്ന് പറയുമ്പോൾ മുസ്ലിം എത്ര വേണമെന്ന് പറയുന്നേ ഇല്ല. 4 പേർ മുസ്ലിം വേണമെന്ന് പറയുന്നിടത്ത് ബാക്കിയെല്ലാം നോൺ മുസ്ലിം ആകാം, ഉദ്യോഗസ്ഥൻ നോൺ മുസ്ലിം ആകാം, ചെയർമാൻ നോൺ മുസ്ലിം ആകാം. അപ്പോൾ അത്രയും പ്രശ്നങ്ങളാണ്. ഈ 3 പോയിൻ്റാണ് സുപ്രീം കോടതിയിൽ നമ്മൾ കക്ഷി ചേർന്നിരിക്കുകയാണ്. നമ്മുടെ കേസ് അതാണ്. അദ്ദേഹം പറഞ്ഞ കേസ് ഡിസ്മിസ് ചെയ്തു, ഇത് ബൈൻഡിങ് ആണ്. അത് ശരിക്കും ഫാക്ച്വൽ എററല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു മുഖ്യമന്ത്രി? കാരണം അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മുസ്ലിം ലീഗ് ആ കേസ് കക്ഷിയാണ്. ആ കേസ് ഒക്ടോബർ 25 വരാൻ പോവാണ്, അല്ല ഓഗസ്റ്റ് 25 ഡേറ്റ് ഇട്ടിരിക്കുകയാണ്. ക്ലോസ് ചെയ്തിട്ടേ ഇല്ല. ഇൻട്രീം ഓർഡർ ഉണ്ട് പ്രോപ്പർട്ടിയെ സംബന്ധിച്ച്. ഇത് കേൾക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തമിഴ്നാട് ചെയ്തു. തമിഴ്നാട് കഴിഞ്ഞ നവംബർ ചെയ്തു, 2025 നവംബർ ചെയ്തു. അവർ ഒഴിവിട്ടു. കാരണം സുപ്രീം കോടതി കേസുള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഒഴിവിട്ടു. അദ്ദേഹം പറയുന്നത് ആദ്യം കേരളമാണ് രൂപീകരിച്ചത്, നോൺ മുസ്ലിമിന് പിന്നെ ഉൾപ്പെടുത്താൻ. 2 തെറ്റ്. ഞങ്ങളെല്ലാം ആദ്യം രൂപീകരിച്ചത് തമിഴ്നാടാണ്. 2 നോൺ മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല, 2 ഒഴിവിട്ടു. അവരും ഒഴിവിട്ടു. എന്തുകൊണ്ട് ഒഴിവിട്ടത്? കാരണം നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്താൻ പാടില്ല, ഞങ്ങളുടെ നിലപാടാണ്. പക്ഷെ ഞങ്ങൾ അവിടെ മുസ്ലിമിനെ തന്നെ വെച്ചിട്ട് ഫില്ല് ചെയ്താലോ? നിയമം സ്റ്റേ ചെയ്തിട്ടില്ല, സുപ്രീം കോടതി കൺസിഡർ ചെയ്യാണ്. അപ്പോൾ തന്നെ സുപ്രീം കോടതി ചോദിക്കില്ലേ? എടുത്തെറിയില്ല നമ്മുടെ കേസ്. ഞങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ശരി, ഞങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ള ചെയ്ത്, അപ്പം തന്നെ പ്രിമാ ഫേസി ഇറ്റ് ഈസ് ഇല്ലീഗൽ. അപ്പോൾ വേക്കൻസി ഇട്ടാലോ? വി ആർ വെയിറ്റിംഗ് ഫോർ ദ വെർഡിക്റ്റ് ഓഫ് ദ അപ്പെക്സ് കോർട്ട്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്തു. ഇതാണ് കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തത്. ഇപ്പം എന്ത് ചെയ്തു? ഇവർ നേരെ കോടതി പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് ദ സെക്ഷൻ 14. സെക്ഷൻ 14 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14 എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും 14 അനുസരിച്ച് ഞങ്ങൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അത്ര ഇവിടെ പറഞ്ഞു. സുപ്രീം കോടതി പോയപ്പോഴോ, അതിപ്പോൾ നമുക്ക് കേസിൻ്റെ വെബ്കാസ്റ്റിംഗ് ഉണ്ടല്ലോ, അതിനകത്ത് പബ്ലിക് ഡൊമൈനിലുണ്ട്. സീനിയർ അഭിഭാഷകൻ പറയുന്നുണ്ട് 2 നോൺ മുസ്ലിം വേണം, ഇത് വേണം. അപ്പോൾ അടുത്ത ഗവൺമെൻറ്റിൻ്റെ കൗൺസിൽ പറയുന്നുണ്ട്, വി ആർ ഗിവിങ് ആൻ അണ്ടർടേക്കിംഗ് ടു ദ ഹൈക്കോർട്ട്, ഓൾറെഡി ഗിവൺ ആൻ അണ്ടർടേക്കിംഗ് ടു ദ ഹൈക്കോർട്ട്.
ഇപ്പോൾ മൂന്നാമത് ഹൈക്കോടതി വന്ന് ഇപ്പോൾ രണ്ടാമത് ഹൈക്കോടതി വന്നു കഴിഞ്ഞപ്പോൾ AG പറഞ്ഞു ഞങ്ങൾ 2 നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്താം. ഇത് വളരെ അപകടകരമായ കാര്യമാണ്. എങ്ങനെ മുസ്ലിം ലീഗ് കേസ് കക്ഷിയാണ്, അവർ കൂടിയാണ് ഇത് അംഗീകരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത്ര എഴുതി വെച്ചാൽ ഏതെങ്കിലും IAS-കാരൻ ഇനി 2 മുസ്ലിമിനോ നോൺ മുസ്ലിമിനോ ഒഴിവിട്ടിട്ട് ഉത്തരവ് ഇറക്കാൻ പറ്റുമോ? കോടതി ലക്ഷ്യമായില്ല, അയാൾ കോടതിയിൽ പോയി നിൽക്കണ്ടേ, മന്ത്രി നിൽക്കണ്ടേ, സെക്രട്ടറി പോയി നിൽക്കേണ്ടി വരില്ലേ? അപ്പോൾ പ്രകടമായിട്ടുള്ള ഒരു BJP താല്പര്യത്തിലേക്ക് ഈ ഗവൺമെൻറ് പോയി. അപ്പോൾ അതാണ് പ്രതിപക്ഷ മുഖ്യമന്ത്രി അതുപോലെ ലീഗാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ആരെങ്കിലും അവിടെ വരണമെന്ന് മാത്രമേ ഉള്ളൂ. 2 നോൺ മുസ്ലിം വന്നാലും ഞങ്ങളുടെ ഒരാൾ ചെയർമാനായിരിക്കട്ടെ. ഇപ്പോൾ 2006 VS തോന്നുന്നു. ഇല്ല, അവിടെ മറിച്ചൊരു ചോദ്യം ഉണ്ടായിക്കൂടെ? കാരണം ഹർജിക്കാരുന്നയിക്കുന്ന ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിക്കാരെതിരെ കൊടുത്ത ഹർജിക്കാർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം നിയമത്തിനനുസൃതമായിട്ടല്ല ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടോടുള്ളത്. അതുകൊണ്ട് ഈ ബോർഡിന് അധികാരവും പാടില്ല, അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതാണ് അവരുടെ ഡിമാൻഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ സംസാരിക്കുമ്പം ഇപ്പോഴത്തെ നിയമത്തിൽ നിന്നുകൊണ്ട് മാത്രമല്ലേ ഈ സർക്കാരിനും അതിനെ കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഹർജിയെ പോലും. ഞങ്ങളുള്ളപ്പോഴും ഹർജി ഉണ്ടായിരുന്നു. ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാതിരിക്കുമ്പോൾ കേസ് വന്നിരുന്നു. അപ്പോൾ കേസ് വന്നപ്പോൾ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ കോൺസ്റ്റിറ്റ്യൂട്ട് ഓർഡർ ഹൈക്കോടതി സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ഹൈക്കോടതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി കേസ് ഡിസ്പോസ് ചെയ്തു, ഇതേ ഓർഡർ. സെക്കൻഡ്, ഇവരെന്ത് പറയണമായിരുന്നു? ഇതാണ് നിയമം, എന്നാൽ ഞങ്ങൾ ഇത് കണ്ടസ്റ്റ് ചെയ്ത് സുപ്രീം കോടതി കൊടുത്തിരിക്കുകയാണ്. അതിൽ ഈ നോൺ മുസ്ലിമിന് ഞങ്ങൾ സ്ട്രോങ്ലി ഒബ്ജക്റ്റ് ദാറ്റ് ക്ലോസ്, ഇന്ന കാരണം കൊണ്ടാണ്. അതുകൊണ്ട് സുപ്രീം കോടതി വിധി വരുന്നത് വരെ സ്റ്റാറ്റസ് കോ തുടരാൻ അനുവദിക്കണം. അപ്പോൾ അടുത്ത ചോദ്യം, ഇപ്പോൾ ചോദിച്ച ചോദ്യം വരാം, ഇവർക്ക് പ്രവർത്തിക്കണ്ടേ? സെക്ഷൻ 22 ഈസ് വെരി ക്ലിയർ. വേക്കൻസി ഉണ്ടെങ്കിലും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ബോർഡ് ഡിഫക്റ്റീവ്, അതിനകത്ത് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും ബോർഡ് ഡിസിഷൻ എടുക്കാം. ഈ പുതിയ നിയമത്തിലും വളരെ ക്ലിയറാണ്. അതുകൊണ്ട് ബോർഡിന് പ്രവർത്തിക്കാൻ യാതൊരു പ്രശ്നമില്ല. അതാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ എടുത്തത്. 22 അനുസരിച്ച് വേക്കൻസീസ് ഉണ്ട്, കോമ്പോസിഷൻ ഡിഫക്റ്റ് ഉണ്ടെന്ന് കരുതുക കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ബോർഡിൻ്റെ, അത് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും വാലിഡാണ്. അപ്പോൾ എന്താണ് ഇടതുപക്ഷം മുസ്ലിം ലീഗിനെ കുറിച്ച് ആരോപിക്കുന്നത്? എന്തായിരിക്കും അവരുടെ മോട്ടീവ് എന്ന് ഇടതുപക്ഷം വിചാരിക്കുന്നത്? ഇത്തരമൊരു അവരുടെ മോട്ടീവ് അധികാരം കിട്ടുമെന്ന് എന്തും പറയും, അധികാരം കിട്ടിക്കുമ്പോൾ നേരെ മാറും. ഇപ്പോൾ അവർക്ക് ഒറ്റ മോട്ടീവുള്ളൂ, ആരെങ്കിലും വയ്ക്കണം ഒരാളെ. ഇതൊന്ന് ഇത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ വഖഫ് ഇടതുപക്ഷത്തിന്റെ കാലത്തുണ്ടാക്കിയ വഖഫ് ബോർഡിനെ പിരിച്ചുവിട്ടിട്ട് അവരുടെ സ്വന്തം ആളുകൾ അടങ്ങിയ ഒരു ബോർഡ് ഉണ്ടാവണം. അതെ, അതായിരിക്കണം. കാരണം മന്ത്രിയുടെ ഒരു വഖഫ് മന്ത്രി പറയുന്നുണ്ട്, അത് അവർ വെച്ച ബോർഡല്ലേ, ഞങ്ങൾക്ക് പുതിയ നിയമം അനുസരിച്ച് വേണമെങ്കിൽ പിരിച്ചുവിടാം, പ്ലഷർ അനുസരിച്ച് പിരിച്ചുവിടാം. അതും തെറ്റാണ്. പുതിയ നിയമത്തിലും സെക്ഷൻ 20 സെയിമാണ്, ഒരു മാറ്റമില്ല. ഈ റിമൂവൽ ഓഫ് ദ ചെയർമാൻ ആൻഡ് ദ മെമ്പേഴ്സ് സെയിമാണ്. നിങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു ക്ലോസ് ഉണ്ട്, എന്തെങ്കിലും വയലേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഗവൺമെൻറ് അത് ചെയ്തിട്ടില്ല. കേരളത്തിൽ 2006 VS വരുമ്പോൾ ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ സഹോദരനായിരുന്നു, പഴയ ലീഗിൻ്റെ തന്നെ പ്രസിഡൻ്റായിരുന്ന ആളായിരുന്നു ചെയർമാൻ 2006. 2008 വരെ ആ ബോർഡ് പോയി, കാലാവധി പൂർത്തീകരിക്കുന്നവരെ. 2014 പിണറായി മുഖ്യമന്ത്രിയാകുമ്പോൾ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളായിരുന്നു ചെയർമാൻ. 2019 വരെ ആ ബോർഡ് പോയി, 3 വർഷം. പൊളിറ്റിക്കലായിട്ട് ഞങ്ങളൊന്നും ഇടപെട്ടേ ഇല്ല. ഇവരുടെ മുസ്ലിം താല്പര്യമല്ല, സമുദായ താല്പര്യമല്ല, അധികാരമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ലിമിറ്റഡ് കമ്പനിയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ്. ആ പേര് കൂടി മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഈ അനുഭവങ്ങൾ. ഇപ്പോൾ PM ശ്രീ കണ്ടില്ലേ, നേരെ പോയില്ലേ ഇപ്പോൾ അവർ. ഏത് വർഷം നോക്കിക്കോളൂ, ഒരു ദിവസം എന്താ വന്നാലും അവിടെയും ഇടതുപക്ഷത്തിൻ്റെ അകത്ത് തന്നെ തർക്കങ്ങൾ നിലനിന്നിരുന്ന ഒരു സംഗതിയല്ലേ. അതുകൊണ്ടല്ലേ ഞങ്ങൾ മാറിയപ്പോൾ അവർ ഭരണത്തിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കണ്ടിന്യൂറ്റിക്കല്ല അവർ നിൽക്കുന്നത്. ഞങ്ങളുടെ സമയത്ത് വകുപ്പ് ഒപ്പിട്ടു, അത് വിമർശനം വന്നു, ആ വിമർശനം ഞങ്ങൾ ഉൾക്കൊണ്ടു. ഞങ്ങൾ ക്യാബിനറ്റ് ചർച്ച ചെയ്തു. ക്യാബിനറ്റിൽ ഞങ്ങൾ വളരെ പ്രകടമായ ശക്തമായ തീരുമാനമെടുത്തു, ക്യാപ്റ്റൻ അബൈൻസ് ഇത് ഈ പ്രശ്നങ്ങളുണ്ട്, അത് മാറ്റിവെക്കുക. അങ്ങനെ മാറ്റിവെച്ചു. പിന്നെ ഒരു മൈക്രോ മില്ലിമീറ്റർ കടുക് മണിക്ക് പോലും ഞങ്ങൾ മുന്നോട്ട് പോയില്ല. എത്ര മാസം കഴിഞ്ഞു. എന്നാൽ നമുക്കവർ ഫണ്ട് നൽകിയിരുന്നു ഈ വകുപ്പ് പോയി ഒപ്പിട്ടപ്പോൾ. അത് ഇതിൻ്റെ ഫണ്ടല്ല, SSA ഫണ്ടാണ്. നമ്മൾ ഈ കത്ത് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? പിന്നെ തമിഴ്നാടിനുൾപ്പെടെ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള ഫണ്ട് തമിഴ്നാടിന് കൊടുത്ത് നമുക്ക് കൊടുത്തപ്പോൾ SSAക്ക് ഒപ്പിട്ടതിൻ്റെ പേരിൽ നമുക്ക് കിട്ടിയ ഫണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് തന്നത്. ഫലത്തിൽ നമുക്ക് ഫണ്ട് തന്നിട്ടില്ല, അതിന്ന് കുറച്ചു എന്നാണ് പറയുന്നത്. അതന്ന് കുറച്ചു. ഈ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഫണ്ട് തന്നപ്പോൾ SSAക്ക് വന്നത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഫണ്ട് ഒന്നും വാങ്ങിയിട്ടില്ല. ഇതിൽ മാത്രമല്ല, മറ്റ് കാറ്റഗറിയിലും വാങ്ങിയിട്ടില്ല. ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ഇപ്പോൾ ഏറ്റവും കുറവ് ഇവർക്ക് എന്ത് ചെയ്യുക? ഇത് MOU ആണ്. MOU എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റിൻ്റെ അപ്രൂവലില്ല, ഫിനാൻസ് കണ്ടിട്ടില്ല, മറ്റ് അംഗീകാരം ഇല്ലാത്തതാണ്. അതുകൊണ്ട് ലീഗലി നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാം. ഇന്നിപ്പോൾ ചെയ്തില്ല എന്ന് വരുന്നത് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുമോ? നിങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ വല്ലാതെ അധിക്ഷേപിച്ചതാണല്ലോ.
അപ്പോൾ ഞങ്ങൾ ഒപ്പിട്ട് തെറ്റെന്ന് കണ്ടു, ക്യാപ്റ്റൻ അബേൻസ് വെച്ചു, ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല, ഒരു നടപടിയിലേക്കും പോയില്ല, ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതിനായിരുന്നു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആക്രമണം ഉണ്ടായിരുന്നത്, ഡീൽ എന്നുള്ളത്. അത് പറഞ്ഞ ആളുകൾ അപ്പം എന്ത് ചെയ്യണം? എവിടെ നിൽക്കുന്നു അതിന് ഞങ്ങൾ ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല, നിങ്ങൾ വേണമെങ്കിൽ പിരിച്ചു വിട്ടു, അത്ര ഇച്ഛാശക്തി കാണിക്കണ്ടേ? ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് അവർക്ക് പ്രയോഗിക്കാവുന്ന വസ്തുതകൾ അല്ലെങ്കിൽ അന്നത്തെ സംഗതികൾ അവർ ഉപയോഗിച്ചു, അതിൽ അവർ വിജയിച്ചു, ആ യുദ്ധം അവർ വിജയിച്ചു. രണ്ടാമത്തെ ഘട്ടത്തിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇനി ഇലക്ഷന് വരാനിരിക്കുന്നത്. അത് അവർ തന്നെ പറഞ്ഞു, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറയാം, ഞങ്ങൾക്ക് അതിനോട് ഉത്തരവാദിത്തമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, ഉത്തരവാദിത്തമുള്ള പാർട്ടി, പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനുള്ളതാണ്, പിന്നെ അത് പ്രസക്തിയില്ല. അതല്ലേ മന്ത്രിമാർ തന്നെ പറയില്ലേ, അന്ന് ഞങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് അറബിക്കടലൊക്കെ അറിയുന്നുണ്ടോ, ഇപ്പം ഞങ്ങളത് അതിവേഗത നടപ്പിലാക്കും. അതല്ലല്ലോ അതൊരു ക്രെഡിബിലിറ്റി വേണ്ടേ, ഒരു പാർട്ടിക്കും വ്യക്തികൾക്കും ക്രെഡിബിലിറ്റി വേണ്ടേ? ഇപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ഇലക്ഷനിലേക്ക് വന്നതുകൊണ്ട് ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഇലക്ഷൻ സംബന്ധിച്ച് പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ ഒരു കമ്മ്യൂണിക്കേഷൻ പരാജയം സംഭവിച്ചിട്ടില്ല. കാരണം ഇപ്പോഴത്തെ സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഒന്ന് എടുക്കുക, ഇദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണാൻ തന്നെ വരുന്ന ആളുകളുടെ യൂട്യൂബിലൊക്കെ കണ്ടാൽ മനസ്സിലാവും, കൺകറൻറ്റ് വ്യൂസ് എന്ന് പറയുന്നത് തന്നെ ലക്ഷങ്ങളിലേക്ക് പോകും. അത്രയധികം ആളുകൾ താല്പര്യത്തോടാണ് കേൾക്കുന്നത്. പൊതുവേ അദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് അത് ഈ മന്ത്രിസഭയ്ക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങൾക്കും ആകെ ഒരാഴ്ചയുടെ ആയുസേ ഉള്ളൂ, അടുത്ത ബുധനാഴ്ച വന്ന് മുഖ്യമന്ത്രി എക്സ്പ്ലെയിൻ ചെയ്യും, തീരും. അത് വളരെ കൺവിൻസിങ് ആയിട്ടാണ് അദ്ദേഹം അത് ഇപ്പം അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാം അതിവേഗതയിൽ തുറന്നു. ഇപ്പോൾ ഏതോ ചാനലിൽ നിന്ന് ട്രൂത്തോ മീറ്റർ തന്നെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ട്രൂത്ത് എത്രയുണ്ടെന്ന് അളക്കാൻ വേണ്ടിയുള്ള മീറ്റർ എന്ന് വെച്ചാൽ ഇപ്പോൾ കൗതുകം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മുഖ്യമന്ത്രിമാരുടെ പത്രസമ്മേളനം കണ്ടിരുന്നത് എപ്പോഴാണ്? പിണറായിയുടെ പത്രസമ്മേളനം കോവിഡ് സമയത്ത്, എല്ലാ പ്രളയ സമയത്ത്, ആ സമയത്ത് കണ്ടിരുന്നു. പിന്നെ പിണറായി മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രകടനാത്മകതയിൽ അങ്ങനെ എടുത്തിരുന്നില്ല. അദ്ദേഹം പക്ഷേ പറയുന്ന കാര്യങ്ങൾ നിൽക്കുന്നു. അപ്പോൾ അത് തന്നെ മതി ഇന്നത്തെ കാലത്ത്. അതൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുക, കുറേ കൂടി പ്രകടനാത്മകത വേണ്ടേ. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഒരാൾ ഇങ്ങനെ വിളിച്ചിട്ട് ആശംസ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുള്ളത് മൈക്കിൽ കൂടെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുമ്പോഴും മമ്മൂട്ടിക്ക് ആശംസ കൊടുക്കുകയാണ്. അപ്പോൾ അത്തരം പ്രകടനാത്മകതകളിലേക്കാണോ നമ്മൾ പോകേണ്ടത്? അത് സത്യസന്ധമായിട്ട് തന്നെയാണ് പോകേണ്ടത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രശ്നം നിങ്ങൾ ഈ പത്രസമ്മേളനങ്ങളിൽ തന്നെ നോക്കൂ. ഇന്നിപ്പോൾ ഇന്ത്യയിലാകെ വലിയ പ്രക്ഷോഭം നടക്കല്ലേ. പക്ഷേ വേടനും അവരെല്ലാം ആ കൊച്ചിയിൽ ഒരു പനമ്പള്ളി നഗർ എന്ന് പറഞ്ഞ വണ്ടിയുടെ മറ്റേ ബസ് റൂട്ടൊന്നും ഇല്ലാത്ത വളരെ ശാന്തമായ സ്ഥലത്ത് വേടനം വളരെ കേസ് ചാർജ് ചെയ്തില്ലേ. ഇപ്പോൾ കേരളത്തിൽ പിണറായി ഉള്ളപ്പോഴായിരുന്നു എന്തായിരിക്കും സ്ഥിതി? നിൽക്കാൻ പറ്റുമോ? ഇപ്പോൾ ഹൈക്കോടതി പോയിട്ടില്ലേ, 15 വർഷത്തിനുള്ളിൽ ഇതുപോലെ പോലീസ് കേരളത്തിൽ ഉണ്ടായിട്ടൊന്നും ചോദിച്ചില്ലേ ഡോക്ടർ രാമൻ്റെ പ്രശ്നത്തിൽ? പക്ഷെ അവിടെയും ആഭ്യന്തരമന്ത്രി പറയുന്നത് പഴയ സർക്കാരിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ പരാജയങ്ങളെക്കുറിച്ചാണ്. അതിനാണോ ഇവരെ തിരഞ്ഞെടുത്തത്? ആ സംഭവം വരുന്നത് ഏപ്രിലല്ലേ, ഏപ്രിലാകുമ്പോഴല്ലേ മരണപ്പെടുന്നത്. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്തല്ലേ ഇത് അല്ലെങ്കിൽ തന്നെ ഇവർ ഇത്ര സമയമായില്ലേ. ഞങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയിരിക്കാനാണ് ഇവർ ആ കസേരയിലിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും കടുത്ത വിമർശനമല്ലേ ഹൈക്കോടതി ചോദിച്ചത്? 15 വർഷത്തിൽ ഞങ്ങളുടെ സമയത്ത് ഇങ്ങനെ നടന്നിട്ടില്ല എന്നുള്ളതല്ലേ അതിനെ വ്യക്തമാക്കുന്നത്. പക്ഷേ എങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ചില കാര്യങ്ങൾ, അവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃത്യമായിട്ട് അപ്പോൾ തന്നെ ആക്ഷേപങ്ങൾക്ക് മറുപടി കൊടുക്കുക, അത് എല്ലാവരിലും എത്തുന്നു എന്ന് ഉറപ്പാക്കുക, ആ ഫൈനൽ പോയിന്റിലേക്ക് എത്താൻ ഇടതുപക്ഷത്തിന് ഒരു പരാജയം സംഭവിച്ചിട്ടില്ല. ഞാനിത് പറയാൻ കാരണം, ഈ ഇലക്ഷൻ സമയത്തും അതിന് മുമ്പുമൊക്കെ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് വാട്സാപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ പ്രചാരണം ഉണ്ടായിരുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ 350 കോടി രൂപയുടെ ആസ്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ എല്ലായിടത്തും ഉണ്ട്. ഇത് വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു നടപടി ഉണ്ടായില്ല, അതിനെ കൗണ്ടർ ചെയ്യാൻ നടപടി ഉണ്ടാവുന്നില്ല. പക്ഷേ അതിന് ബദലായിട്ട് ഞാൻ പറയുന്നത്, ഇത്തവണത്തെ പ്രിയദർശിനി പദ്ധതി വരുമ്പോൾ ഇവിടെ സിറ്റി ഫാസ്റ്റ് ഓർഡിനറികൾ സിറ്റി ഫാസ്റ്റുകളാക്കി രാജ്യമാനം മാറ്റുന്നു എന്നൊരു വാർത്ത വന്നപ്പോൾ അടുത്ത നിമിഷം, അടുത്ത രാവിലെ തന്നെ അത് ഇവർ ക്ലാരിഫൈ ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ മോനെ ഓടിച്ചു എന്നാണ് വാസ്തവത്തിൽ. അപ്പോൾ അങ്ങനെ കൃത്യസമയത്ത് കൃത്യ മറുപടി കൊടുക്കുക, അതെല്ലായിടത്തും എത്തുന്നു ഉറപ്പാക്കുക എന്നുള്ള സംവിധാനക്കുറവ് ഇടതുപക്ഷത്തിനുണ്ടായി. അല്ല, പ്രചരണ രീതി ചിലപ്പോൾ പറയുമ്പോൾ ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ പ്രശ്നത്തിലുണ്ടെങ്കിൽ നിങ്ങൾ സത്യം പറയണമെന്നൊന്നുമില്ല. ഞങ്ങളിതെല്ലാം ഈ മർമ്മം നോക്കിയിരിക്കുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നം വരും. ഇത് വസ്തുതയാണ്, ചിലത് തുറന്ന് കാണിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ ശരിയാണ്, ശക്തമായിട്ടുള്ള എത്ര നുണകളാണ് ഞങ്ങൾക്കെതിരെ, ഓരോരുത്തർക്കെതിരെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മളൊരു അറസ്റ്റാണെങ്കിൽ അത് ഉടൻ തന്നെ മാധ്യമ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യമായിരിക്കും. ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോഴോ അത് ഉദാത്തമായ കർമ്മമായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പത്രക്കാരോട് ചോദിച്ചു, ഈ സുപ്രീം കോടതിയുടെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളിയല്ലോ ഡോക്ടർ രാമൻ, അങ്ങോട്ടും അറസ്റ്റ് ചെയ്തില്ലല്ലോ. ഇപ്പം ഞങ്ങളാണ് ഭരിക്കുന്നതെങ്കിൽ എത്ര അവറിൽ ഇത് എയർ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ എത്ര സമയം പോവും?
ഇപ്പോൾ നിങ്ങൾ പോലും അറിയുന്നില്ല. ആ രൂപത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമീപനം പൊതുവെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു നീതിപൂർവമായ സമീപനം ഉണ്ടായിട്ടില്ല എന്നത് ശരിയാണ്. എന്നാൽ നീതിപൂർവമായ സമീപനം ഉണ്ടാകാതിരിക്കുമ്പോൾ അത് മനസ്സിലാക്കി പുതിയ രൂപങ്ങൾ, ഇപ്പോൾ ഇന്നലെ ഹിന്ദുവിൽ വർഗീസ് ജോർജിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നല്ലോ, ഈ വാട്സപ്പ് ജനറേഷനാണ് മോഡി, ഹിന്ദുത്വ 2 മോഡിയെ അധികാരത്തിൽ കൊണ്ടുപോകുന്നത്, ഇൻസ്റ്റാഗ്രാം ജനറേഷൻ ഇപ്പോൾ ചലഞ്ച് ഉയർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പ്രയോഗം ഞാൻ ഇന്നലെ വായിക്കുകയുണ്ടായി. അപ്പോൾ അത് ആണ് അത്തരത്തിൽ പുതിയ കാല പ്രചാര രീതികളിൽ ഇപ്പോൾ എന്താ പ്രശ്നം, ഇപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്, മുഖ്യമന്ത്രി ഒരു നുണ പറഞ്ഞാലും ആ നുണ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ നുണയാണെന്ന് സ്ഥാപിക്കുമ്പോൾ അതേപോലെ അതേ വേഗതയിൽ എത്തണമെന്നില്ല. അപ്പോൾ ഏതാണ് ശരി എന്ന കാര്യത്തിൽ ആളുകൾ പിന്നെ ഒരു പ്രശ്നം അധികകാലം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്കിപ്പോൾ തന്നെ ഈ പറയുന്നത് വ്യത്യാസം കാണുന്നില്ലേ? കഴിഞ്ഞ സർക്കാരിനെ കുറിച്ചുള്ള വലിയ ആക്ഷേപങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു വലിയ അകമ്പടി വാഹനങ്ങളുടെ നീണ്ട നിര, എന്താ പറയുക, സെക്യൂരിറ്റൈസേഷൻ. ഇതുവരെ ജനകീയമായിരുന്ന മുഖ്യമന്ത്രിമാരെയൊക്കെ ഇതുപോലെ കരിമ്പൂച്ചകളുടെ സഹായത്തോടു കൂടി വലിയ പോലീസ് ബന്ദോബസ്തിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രതീതി എന്ന് ഞാൻ പറയുന്നില്ല, വസ്തുത ഞാൻ പറയുന്നില്ല, പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് അപ്പോൾ തന്നെ ഒന്ന് മാറ്റാവുന്നത് പലതുമായിരുന്നു. ഇന്ന് പിന്നീട് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് അറിയാമല്ലോ, രക്ഷാപ്രവർത്തനം എന്നൊരു സംഗതി. കോർട്സിലാണ് ഞാനത് പറയുന്നത്. രക്ഷാപ്രവർത്തന കേസ് എന്നാണ് അതിനെ പറയുക. അതിൽ അന്നത്തെ പോലീസ് ADGP ഇന്ന് സസ്പെൻഷനിലുമായിരിക്കുന്നു. അപ്പം അവിടെയൊക്കെ കുറേയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാമായിരുന്നു, അല്ലെങ്കിൽ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരുന്ന പല വിഷയങ്ങളും ബാഡ് ഇമേജിലേക്ക് LDFനെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ വാസ്തവത്തിൽ? അല്ല, അതിലിപ്പോൾ ഈ പറഞ്ഞ പ്രതീതി നിർമ്മാണം പ്രധാനം. ഇപ്പോൾ കഴിഞ്ഞ മുഖ്യമന്ത്രി എടുത്ത നിലപാട് സെക്യൂരിറ്റി കമ്മിറ്റിയുടെ അതനുസരിച്ച് പൂർണ്ണമായി നടപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞല്ലോ, ഈ പഴയ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരു കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പോലെ ചെയ്യുക. എന്നാൽ ഈ പറയുന്ന വാഹനങ്ങളും ഉപയോഗിച്ച വാഹനം തമ്മിൽ എണ്ണത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ. അതങ്ങ് ആ രൂപത്തിൽ അവതരിപ്പിച്ചു. ഇപ്പോൾ എത്ര വാഹനങ്ങൾ ഓരോ സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് കാണുന്നുണ്ടല്ലോ. ഇനി അത് പോട്ടെ, അത് ഔദ്യോഗിക വാഹനമാണ്. ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേക ഘട്ടം കഴിഞ്ഞ് നിൽക്കുന്നു, മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഒരു ചാർട്ടർ ചെയ്ത വിമാനം ഉപയോഗിക്കുന്നു, വേണ്ടിവരും. എന്നാൽ അദ്ദേഹം എന്തിന് ഇരുട്ടി നിൽക്കുന്നു? ആരാണിത് ഈ ചാർട്ടർ ചെയ്ത് കൊടുത്തത്? അദ്ദേഹം അല്ല എന്നുറപ്പ്. അപ്പോൾ അത് പറഞ്ഞാൽ അദ്ദേഹം വെളിച്ചത്തിലേക്കൊന്ന് പ്രകാശം കൂടും അദ്ദേഹത്തിന്. ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഒന്ന് പറഞ്ഞു പോകുന്നല്ലാതെ മാധ്യമങ്ങൾ എടുക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം, ഇപ്പോൾ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കൂത്തുപറമ്പ് ദിനം കരിങ്കൊടി കാണിച്ചതാണ്. അന്നത്തെ ഫോട്ടോയും വളരെ, ആ ഫോട്ടോ കഴിഞ്ഞിട്ട് ലോക്കപ്പിൽ കൊണ്ടുപോയിട്ടായിരുന്നു ഞങ്ങൾ 5 പേരെ നമ്മുടെ വാരിയിൽ ഒടിഞ്ഞു. അന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇടി മുഴുവൻ കഴിഞ്ഞ് തകർന്ന് ഇതെല്ലാം ചെവി ഇങ്ങനെ 2 കൈ കൊണ്ടാണ് ചെവി പൊത്തിയടിച്ച് ഡയഫ്രം പൊട്ടി. ഇത് കഴിഞ്ഞിട്ട് ഈ വരാന്തയെ കൊണ്ട് പോലീസുകാർ കാല് നീട്ടിയിരുത്തും, എന്നിട്ട് 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും ചൂരിലോണ്ട് അടിക്കും കാൽവള്ളിയിൽ. ഇത് കണ്ടിട്ട് പാർവതി, ഞങ്ങൾ ഈ ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ നേരെ വന്നിറങ്ങിയവരൊന്നുമല്ല, ഈ പാർവതി എന്ന് പറയുന്നൊരു പോലീസുകാരുണ്ട്, പറവൂരുണ്ട്, അവർ ഓടിപ്പോവാണ് കണ്ടിട്ട് കരഞ്ഞിട്ട്. പോലീസുകാർ അത് കരിങ്കൊടി കാണിച്ചിട്ടാണ്, വേറൊരു പ്രശ്നമോ ഒരു ഇതോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ തന്നെ കൗതുകകരമായ കാര്യം, മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, അത് പിന്നെ തിരുത്തണോ വേണ്ടെന്നുള്ള വേറെ കാര്യം. അത് ഒരാൾ ചാടാൻ പോവാണ്, അപ്പോൾ അദ്ദേഹം വിസ്തരിക്കുന്നത് വടക്കാണ്, അത് കണ്ണൂർ നടന്ന സംഭവം. അപ്പോഴാണ് ഈ പ്രയോഗം. അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും ഈ പ്രയോഗം നടത്തിയിട്ടില്ല. പക്ഷേ ഇതും ആ പേരിൽ അങ്ങ് പോയി. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വേണോ വേണ്ടയോ ഇതൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ അതിനൊരു അത്തരം പ്രതീതികൾ വല്ലാതെ നിർമ്മിക്കപ്പെട്ടിരുന്നു. അതിനെ ശരിക്കും ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ മന്ത്രിമാരായിരിക്കുമ്പോൾ ക്ലിഫ് ഹൗസിൽ ഞങ്ങളൊന്നും പിന്നെ അറ്റകുറ്റപ്പണിയെന്ന് പറയില്ല, അവർ മോടി പിടിപ്പിക്കൽ, ആഡംബരമാക്കുന്നു, പശുത്തൊഴുത്ത് വരുന്നു, ഇതൊക്കെയാണ്. എത്ര സമയമെടുത്തു ഇപ്പോൾ മുഖ്യമന്ത്രി അങ്ങോട്ട് മാറാൻ? മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും താമസിച്ചെടുത്ത് പറയുന്നുണ്ട്, മൊത്തം പൊളിച്ച് പണിയല്ലേ ഇവർ. ആവശ്യമാണ്, കാരണം വളരെ പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ്. പക്ഷേ ആവശ്യമില്ല എന്നല്ല പറയുന്നത്. ഞങ്ങൾ പിന്നെ അത് വേണ്ട എന്ന് വെച്ചിട്ട് തോന്നുന്നു. ഇപ്പോൾ വാഹനങ്ങൾ, ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച വാഹനം തന്നെ ചിലർ പറയേണ്ട, അങ്ങനെ പറയുന്നത് തന്നെ മോശമായെന്ന് പറയാറുണ്ട്. അതിന് മുമ്പത്തെ മന്ത്രി ഉപയോഗിച്ച വാഹനം തന്നെയാണ്, തുടർന്ന് 5 വർഷം ഉപയോഗിച്ചത്. പക്ഷേ ഇതിലെല്ലാം ഒരു നുണകളുടെ ഒരു കുത്തൊഴുക്കുണ്ടായി. പക്ഷേ ആലപ്പുഴയിലെ ചില ദൃശ്യങ്ങൾ, ചില സത്യങ്ങൾ വസ്തുതകളായിട്ട് തന്നെ മുന്നോട്ട് വെക്കുന്നില്ല. കാരണം മുഖ്യമന്ത്രിയുടെ കൂടെ പോവേണ്ട സെക്യൂരിറ്റി ആളുകൾ, അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കേണ്ടവർ ഓടി പുറകോട്ട് വന്ന് അവരുടെ ദണ്ടുമെടുത്ത് അല്ലെങ്കിൽ ലാത്തിയും എടുത്ത് അവിടെ സൈഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് സൈഡിൽ നിൽക്കുന്നവരെ തല്ലിച്ചതയ്ക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ തന്നെ പ്രത്യക്ഷമായും ഒരു അനീതി സംഭവിച്ചു. ആ അനീതി
എന്നുവെച്ചാൽ വിഷ്വലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. ആ അനീതിയെ എന്നാൽ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യാൻ പിന്നീട് പറ്റിയില്ല, അത് കവറപ്പ് ചെയ്തു. ഇതാണ് ആക്ഷേപം. അങ്ങനെയാണ് ഒരു ADGP, അന്നത്തെ ADGP പോലും ഇന്ന് സസ്പെൻഷനിലേക്ക് പോകുന്ന അവസ്ഥ. അതിപ്പോൾ ഒരു അന്വേഷണത്തിൽ ഇരിക്കുകയല്ലേ, അതിപ്പോൾ കോടതിയും നോക്കട്ടെ. നമ്മളത് ഒരിക്കലും അത്തരത്തിൽ ഏത് മർദ്ദനാണ്. ഇപ്പോൾ ഞങ്ങളല്ലാതെ ഏറ്റുവാങ്ങി വന്നവരാണല്ലോ. അമ്മൊന്നും ഇതുപോലെ ഞാൻ പറഞ്ഞാൽ ഇതും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ഇന്നത്തെ പിന്നെ കുറേ കൂടി വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. എന്തായാലും അത് പോലീസിൻ്റെ ഇപ്പോൾ അന്വേഷിക്കുന്നു, കോടതിയും പരിശോധിക്കുന്നുണ്ട്, ആ ഭാഗത്ത് വരട്ടെ. തെറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ഈ പ്രചാരവേലകൾ അതാണ് ഇത്തരത്തിൽ. അതിന് ഒരു കാരണം നേരത്തെ ചോദിച്ച പോലെ വേണ്ടത്ര നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുമോ, ജനങ്ങളിലേക്ക് ഉള്ളിലെത്തിക്കാൻ പറ്റുമോ, അതിലൊക്കെ കുറവുകൾ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഗവേണൻസിൻ്റെ കാര്യത്തിൽ പൊതുവെ അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. കറപ്ഷനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ, വ്യവസായം തന്നെ നോക്കിയാൽ ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് റിയാലിറ്റി. കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഓരോ രംഗത്തും വന്നിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണത്തിൻ്റെ നേട്ടങ്ങൾ അത് മനസ്സിലാക്കുന്ന ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് കരുതിയിരുന്നു. ഇന്നത്തെ മനസ്സിലാക്കൽ എന്നുള്ളതൊരു പൊതുബോധം സ്വാഭാവികമായിട്ടല്ല, സ്വയംഭൂവല്ല, അത് നിർമ്മിക്കപ്പെടുന്നതാണ്. അതിൽ പുതിയ രീതികൾ അല്ല. ഇപ്പം നോക്കുക, അവർ പറഞ്ഞ നേരെ ഘടകവിരുദ്ധമായി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞങ്ങളെങ്ങാനും ഈ നിയമം ബൈൻഡിങ് ആണ് എന്ന് പറഞ്ഞിട്ട് 2 നോൺ മുസ്ലിമിനെ വച്ചെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം, കേരളത്തിൽ എന്തൊക്കെ നടക്കുമായിരുന്നു എന്നാലോചിച്ച് നോക്കൂ. BJP ഡീല്, മുഖ്യമന്ത്രി പിണറായിയുടെ മോഡിയായിട്ടുള്ള ഒത്തുതീർപ്പ്, മുസ്ലിം താല്പര്യം മുഴുവൻ ബലി കഴിക്കാൻ ഇത് നോൺ മുസ്ലിം വെച്ച് കേരളത്തിൽ കത്തുമായിരുന്നില്ലേ. ഇപ്പോൾ നോക്കൂ, ഒരു വെള്ളിയാഴ്ച പ്രസംഗം ഉണ്ടാവുമോ? ഏതെങ്കിലും സംഘടനയുടെ ലീഗ് എല്ലാം ശാന്തമായി, വേണമെങ്കിൽ ഇനി BJP തരുന്ന ലിസ്റ്റിൽ നിന്ന് 2 പേരെ വെച്ചാൽ പോലും കുഴപ്പമില്ലാത്ത മട്ടിലേക്കല്ല അവർ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്ന് കണ്ടാൽ മതി. അപ്പോൾ എവിടെയായിരിക്കും ഇടതുപക്ഷത്തിന് ഈ പൾസ് മനസ്സിലാക്കുന്നിടത്തിൽ എന്തെങ്കിലും പിഴവുണ്ട്? കാരണം പണ്ട് പൊതുവേ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, പാർട്ടി താഴെ തട്ടിലുള്ള ഒരു കണക്ക് വരും, ആ കണക്ക് ഏകദേശം അതുപോലൊക്കെ അവസാനം വരും. ഇതെന്താണ് സംഭവിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ? എന്തുകൊണ്ടാണ് പാർട്ടിയുടെ അടിത്തട്ടിലുള്ളവർക്ക് ഈ വോട്ട് ചെയ്യുന്നവരുടെ പൾസ് മനസ്സിലാക്കാൻ വൈകി പോകുന്നത്, അല്ലെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം അത്ഭുതപ്പെട്ട് നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ പേടിച്ച് നിന്ന് പോകുന്നൊരവസ്ഥ എങ്ങനെയാണ്? അതിന് 2 ഭാഗമുണ്ട്. ഇപ്പോൾ ഈ പുതിയ ഇപ്പോൾ നേരത്തെ പ്രിയദർശിനി KSRTC വലിയതാണല്ലോ. പക്ഷേ 1000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോൾ അത് കിട്ടുന്നില്ല, സ്ത്രീകളുടെ. അപ്പോൾ അത് അത്രയും വലിയ ആളുകൾക്ക് കിട്ടിയ വരുമാനമാണല്ലോ, അത് നിന്നു. പക്ഷെ ആൾ നോക്കുമ്പോൾ ഇത് എൻ്റെ രജിസ്റ്റർ കൊണ്ട് വന്നാൽ 2 ദിവസം യാത്ര പോയേക്കാം എന്ന് കരുതുന്ന മട്ടാണുള്ളത്. ഇതിൽ ഒരു ഭാഗം ഞങ്ങൾക്കും ഇപ്പോഴത്തെ ഒരു ജൈവബന്ധത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് വേണ്ടത്ര മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നത്. അത് ഈ മാറിയ സാഹചര്യം അനുസരിച്ച് പാർട്ടിയുടെ ഘടന മാറാത്തതാണോ പ്രശ്നം? അതൊരു പ്രശ്നം തന്നെ. ഇപ്പോൾ ഈ ആളുകളുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. പണ്ട് നാട്ടിൻപുറത്ത് നമ്മൾ വീട്ടിൽ പോയിരിക്കുന്നു, വർത്തമാനം പറയുന്നു, ഉള്ളു തുറക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഇപ്പോൾ ആളുകളും ആരും വേദനിപ്പിക്കില്ല. എല്ലാവർക്കും തോന്നുന്നു അവരവർക്ക് വോട്ട് ചെയ്യുമെന്ന് തോന്നും. പക്ഷേ അവസാന ഘട്ടങ്ങളിൽ വരുന്ന പിന്നെ ഉരുണ്ടുകൂടുന്ന രാഷ്ട്രീയം, ഈ ഒരു വർഗീയതയുമായി ഞങ്ങളെന്തോ സന്ധി ചെയ്യുന്നു എന്ന പ്രചാരവേല കുറേശ്ശിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ആൾക്ക് മനസ്സിലായി, ഇവർ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞങ്ങളുടെ പ്രവർത്തന രീതികൾ, പുതിയ തലമുറയിലേക്ക് എത്തേണ്ടത് പ്രചരണ രീതികൾ, പഴയതുപോലെയുള്ള രൂപങ്ങളിലൂടെ തന്നെ പോകാൻ പറ്റുമോ, അതെല്ലാം പ്രസക്തമാണ്. ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ഒരു സംഘടനാ പ്രചരണ രീതികളിലേക്ക് ഞങ്ങൾ അതിവേഗതയിൽ തന്നെ മാറേണ്ടതുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ രൂപവും അതിൻ്റെ ഘടനയും ഒരു പ്രശ്നമായി മാറുന്നുണ്ടോ എന്നൊരു ഉപചോദ്യം കൂടി ഞാൻ ചോദിക്കണം. കാരണം മാറുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിന് മാറുന്ന ചില ആവശ്യങ്ങൾ വരുന്നു. ആ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ശുദ്ധ ഇടതുപക്ഷത്തിൽ നിന്ന് വ്യതിചലനം എന്ന് പറയുന്ന സംഗതിയായി ശുദ്ധതാവാദികൾ കടന്നു വരും. പിന്നെ അവരെ നിങ്ങൾ അവർക്കെതിരെ ഡിഫെൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ഒരുപാട് ഊർജ്ജം ഇങ്ങനെ വ്യയം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെയാണ്, ഇന്നത്തെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നാളത്തേക്ക് വേണ്ടി നിലനിൽക്കാൻ പറ്റുന്നുള്ളൊരു ചോദ്യം ഒരു സാധാരണ ഒരു മനുഷ്യൻ ഉന്നയിച്ചാൽ എങ്ങനെയായിരിക്കും? അത് ശരി. ഞങ്ങൾ എടുക്കുന്ന കാഴ്ചപ്പാട് 57 ഏപ്രിൽ 5 EMS മുഖ്യമന്ത്രിയായി. അപ്പോൾ അന്ന് അംബാനി അദാനിയൊന്നുമില്ല, ടാറ്റ ബിർളയാണ്. ആ ബിർളയെ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടാണ് മാവൂർ ഗോളിയർ റോഡ് സ്ഥാപിച്ചത്. അന്ന് EMS പറഞ്ഞൊരു ഭാഗം എന്ന് വെച്ചാൽ, ഞാൻ ശ്വസിക്കുന്നത് പോലും കമ്മ്യൂണിസ്റ്റ് സമുദായം സൃഷ്ടിക്കാനാണ്, പക്ഷേ എൻ്റെ ഗവൺമെൻറ് ശ്രമിക്കുന്നത് ആ സമുദായം സൃഷ്ടിക്കാനായിരിക്കില്ല. കോൺഗ്രസ് നടപ്പിലാക്കേണ്ടതും എന്നാൽ കോൺഗ്രസ് നടപ്പിലാകാത്തതുമായ കാര്യങ്ങൾ, ശരിക്കും ഭൂപരിഷ്കരണമൊക്കെ അവർ നടപ്പിലാക്കേണ്ടതാണ്. ആ കാര്യങ്ങളാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ ദാവോസിൽ പോയില്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഞങ്ങൾ അദാനി പോർട്ടിനെ സഹകരിച്ചിട്ടല്ലേ പ്രവർത്തിച്ചത്. അപ്പോൾ അത് വേണ്ടി വരും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ കാഴ്ചപ്പാട് വ്യത്യാസം. പബ്ലിക് സെക്ടർ നമ്മൾ സംരക്ഷിക്കണം. ഒപ്പം തന്നെ
നമ്മുടെ MSME ശക്തിപ്പെടുത്തണം. അപ്പോൾ ഇത് വരുമ്പോൾ ഈ ശുദ്ധ തീവ്ര ഇടതുപക്ഷം എന്ന് പറഞ്ഞ കുറേ ആളുകൾ രംഗത്ത് വരും. അതിപ്പോൾ എല്ലായിടത്തും ബംഗാളിലും മഹേഷ ദേവിയൊക്കെ മുൻപ് നിർത്തിയിട്ടായിരുന്നു. ഇപ്പോൾ നോക്കുക, അന്ന് കേരളത്തിൽ ഞങ്ങൾക്കൊരു PM ശ്രീ ഒക്കെ കുറച്ച് പ്രശ്നം പറ്റുമോ എന്ന് ഉത്കണ്ഠപ്പെട്ടിരുന്ന ആളുകൾ ഇപ്പോൾ ഇവർ നേരെ നടത്തിപ്പുകാരായിട്ടും ആ രൂപത്തിൽ നിന്നും പ്രതികരിക്കുന്നത് കാണാനില്ല. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ജോലി കുറച്ച് കൂടുതലാണ്. ഇത്രയും ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നവർ ഞങ്ങളായിരിക്കും. ഇവർക്ക് അങ്ങനെ യാതൊരു ഓഡിറ്റിങ്ങിനും പ്രശ്നമില്ല. മന്ത്രിമാരാകാം, മറ്റു രീതിയിലാകാം, അവരുടെ സൗകര്യങ്ങളാകാം, അതിലൊന്നും അത്തരത്തിലുള്ള ഓഡിറ്റിങ്ങിന് വിധേയമാണ്. ഞങ്ങൾ ഓഡിറ്റിംഗ് മാത്രമല്ല, നിരന്തരമായ നുണപ്രചാര വേലകളും ഏൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മറികടക്കുന്നതിൽ ഞങ്ങളുടെ പ്രവർത്തന രീതികൾ, പ്രചരണ രീതികൾ പഴയതുപോലെ പണ്ടാണെങ്കിൽ പ്രസംഗം ആളുകൾ മുഴുവൻ കേൾക്കാൻ പോരും, മണിക്കൂറുകൾ നിൽക്കും. ഇപ്പോൾ അതൊന്നും ആളുകൾക്ക് സമയമില്ല. പണ്ട് സ്ത്രീകൾ വീടുകൾക്കകത്തിരിക്കുന്നവരിലേക്ക് അധികം രാഷ്ട്രീയത്തില്ല. ഇപ്പോൾ എത്തുമ്പോൾ വസ്തുതയാകണമെന്നില്ല, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇങ്ങനെ രൂപപ്പെട്ടു വരും, അതുവഴി എത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇങ്ങനെ പുതിയ രീതി. പക്ഷേ ഇപ്പോഴത്തെ പുതിയ തലമുറ ഇപ്പോൾ ഡൽഹി കണ്ടില്ലേ, അവർ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് എഴുതിയിട്ടാണ്. ഞാൻ SFI മാത്രമല്ല, SFI സമരത്തിലുണ്ട്. പുതിയ തലമുറ, ഞാനവിടെ പോയിരുന്നു, ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഭഗത് സിംഗിൻ്റെ ഇതെല്ലാം ഒരു കൊച്ചുകുട്ടി പറയുന്നതായിട്ടില്ലേ, അടി കൊള്ളാൻ പേടിയില്ലാത്തതിന് കാരണം ഭഗത് സിംഗ് ആണ് എൻ്റെ ഹീറോ എന്നാണ്. അപ്പോൾ ഈ ആശയങ്ങൾക്ക് നല്ല പ്രസക്തിയുണ്ട്. കുറേ കൂടി ഞങ്ങളുടെ പ്രവർത്തന രീതികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, ഞങ്ങൾ കുറേ കൂടി പുതിയ കാലത്തിൻ്റെ രീതികൾ, അത് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് വിശദമായിട്ട്. അതുകൊണ്ട് 2004 നിന്ന് നോക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ഇടതുപക്ഷം അപ്രസക്തമായി എന്ന തോന്നലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ പ്രതീക്ഷ ഇനിയും പുലർത്തുന്നത് എന്നാണ് എൻ്റെ ഒരു കൗതുകരമായ ഒരു ചോദ്യം. അതിന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ലോകത്താകെ ഒരു റൈറ്റ് എക്സ്ട്രീമിലേക്കുള്ളൊരു മാറ്റം കാണുന്നുണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ നോക്കൂ, ഈ കർഷകർ പണ്ട് പാർലമെൻറ്റിനകത്തുള്ള നിയമങ്ങളാണ് പ്രധാനം. പുറത്ത് സമരം വഴി നിയമം കൊണ്ടുവരും. പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം പുറത്ത് സമരം കൊണ്ട് റദ്ദാക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്, കർഷക സമരം വഴിയാണ്. ഇപ്പോൾ ഒരു ഭയം സൃഷ്ടിക്കപ്പെട്ടു, ഒന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പോൾ വന്ന സമര മുന്നേറ്റങ്ങൾ കാണുക. അതിൽ ഇടതുപക്ഷത്തിന് പ്രധാന റോളുണ്ടല്ലോ ഇത്തരം കാര്യങ്ങളിലെല്ലാം, അതിനെ ഏകോപിപ്പിക്കുന്നതിൽ. അതിനനുസരിച്ച് ഞങ്ങൾ ഇപ്പോൾ നേരത്തെ ഒരു സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലം തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ടു. എന്നാൽ ഈ പുതിയ കാലത്തിനനുസരിച്ച് കുറേ കൂടി ഞങ്ങൾ ഉയർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതാണിപ്പോൾ ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നൊരു ഭാഗം എന്നുള്ളത്. ഏതായാലും വളരെ വിശദമായി തന്നെ നമ്മുടെ ചർച്ച പല തലത്തിലൂടെ മുന്നോട്ട് പോയി. കുറച്ചും കൂടി നിയമം ഒക്കെ പറഞ്ഞ് കൃത്യതയോടുകൂടി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലുള്ള നിയമ ലിങ്കോയുടെ അഭാവമുള്ളത് കൊണ്ടാണ് അത്തരം ചർച്ചകളിലേക്ക് നമുക്ക് പോകാൻ പറ്റാതിരുന്നത്. എന്തായാലും ഒരൊറ്റ ചോദ്യത്തോടു കൂടി നമുക്കിത് നമ്മുടെ ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നത്, കേരളത്തിൻ്റെ വ്യവസായ ഭാവിയെക്കുറിച്ചുള്ള മുൻ വ്യവസായ മന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലയ്ക്കും കേരളത്തിൻ്റെ വ്യവസായ ഭാവിയെ എങ്ങനെയാണ് മുന്നോട്ട് കാണുന്നത്? പോയവരൊക്കെ മടങ്ങി വരുമോ? അതാണ്, നമ്മൾ കൂടെ ഉണ്ടായിരുന്ന യുവാക്കൾ പലരും പുറത്താണ്, അവരൊക്കെ ഇനി മടങ്ങി വരാൻ വഴിയുണ്ടോ? എന്താണ് നമ്മുടെ ഭാവി, നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഭാവി എന്താണ്? അത് ഞാൻ ഈ കൊച്ചു കേരളം അല്ലാന്ന് എപ്പോഴും പറയും. നമ്മൾ വലിയ കേരളമാണ്, എല്ലാത്തിലും നമ്മൾ വലിയ കേരളമാണ്. കേരളത്തിൽ ഞങ്ങളൊരു അടിത്തറ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതിന് മാറ്റം വന്നു. ഞാൻ തന്നെ പലപ്പോൾ റിട്ടേൺ മൈഗ്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ IBM ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കെയ്ൻസ് ടെക്നോളജി ജോലി ചെയ്യുന്നവർ, ഈ നമ്മുടെ EY ജോലി ചെയ്യുന്നവർ, ഇവർ പലരും ലോകത്തിൻ്റെ പല ഭാഗത്ത് ജോലി ചെയ്തവർ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ മൈഗ്രേഷനുമായിട്ട് താരതമ്യം ചെറിയ മൈക്രോസ്കോപ്പിക് പെർസെൻറ്റേജ് ആയിരുന്നു, പക്ഷേ ട്രെൻഡ് വരുന്നുണ്ട്, റിവേഴ്സ്. നല്ല പൊട്ടൻഷ്യലാണ് കേരളത്തിനുള്ളത്. ഇപ്പോൾ AI വരും. നമ്മൾ ചിലർ പറഞ്ഞ AI ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന പ്രസംഗം നിങ്ങൾ പറയുന്നത് വൈറലാകുന്നുവെങ്കിൽ, ഇന്ത്യയിൽ ആദ്യമായി ജനറേറ്റീവ് AIയിൽ ഒരു കോൺക്ലേവ് നടത്തിയത് IBMമായി ചേർന്ന് കേരളമാണ്. അല്ലാതെ ഇപ്പോൾ ഒരു പ്രസംഗത്തിലൂടെയല്ല കേരളത്തിലേക്ക് AI വരുമ്പോൾ. നമ്മൾ ആദ്യം ഇവിടെ നടന്നു, AIയുടെ ക്യാമ്പസ് കൊച്ചിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ വ്യവസായത്തിൽ കേരളത്തിന് നന്നായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പാരിസ്ഥിതികമായുള്ള എല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഹൈടെക് മാനുഫാക്ചറിങ് ഇതിന് സാധ്യതകളുണ്ട്. MSME, ഞങ്ങൾ ഈ സൂക്ഷ്മ സംരംഭങ്ങൾക്ക് മിഷൻ 1000, മിഷൻ 10,000, മിഷൻ 1 lakh, ഇങ്ങനെ വലിയ സ്കീമുകൾ വഴി MSME ഇപ്പം ഞങ്ങൾ തുടങ്ങുമ്പോൾ ബാങ്കിൻ്റെ ക്രെഡിറ്റ് 44,000 crores മറ്റോ ആയിരുന്നു MSME. ഞങ്ങൾ ഇറങ്ങുമ്പോൾ 1 ലക്ഷത്തിൽ കൂടുതൽ ലോൺ കേരളത്തിൽ MSMEകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അന്തരീക്ഷമുണ്ട്. ഇത് ബ്രേക്ക് ചെയ്യാതെ കൊണ്ടുപോകും. പബ്ലിക് സെക്ടറും 29 ലാഭത്തിലാണ്, പ്രൊഡക്ടിവിറ്റിയായി വലിയ ജോയിൻറ്റ് വെഞ്ചറിലേക്ക് വരുന്നുണ്ട്. ഞങ്ങളിട്ട അടിത്തറയിൽ നിന്ന് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് പോകാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല മാറ്റം ഉണ്ടാകും. ഞങ്ങൾ പോയ പോക്കിൽ പോയിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു 10 വർഷം കൊണ്ട് ലോകത്തിന് തന്നെ ഹൈടെക് മാനുഫാക്ചറിങ്ങിൻ്റെയും നോളജ് ഇൻഡസ്ട്രിയുടെയും ഒരു ഡെസ്റ്റിനേഷനായി കേരളം മാറുമായിരുന്നു. ഇതായിരുന്നു ഞങ്ങൾ കണ്ടത്. ആ വഴിയിലേക്ക് തന്നെ ഇവർ പോകണം. കാരണം നാടിൻ്റെ താല്പര്യമാണല്ലോ പ്രധാനം. അതാണ് ഞങ്ങൾ ഈ സമ്പത്ത് സൃഷ്ടിക്കുന്നവരോടുള്ള ഒരുതരം അസഹിഷ്ണുത
സമൂഹത്തിലില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം അത് ഒരു പക്ഷേ പണ്ടത്തെ കാലത്തിൻ്റെ ചില സമരത്തിൻ്റെ അവശേഷിപ്പുകളാവാം പല കാരണങ്ങളും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു യൂണിറ്റ് നമ്മുടെ വീടിനടുത്തൊരു യൂണിറ്റ് വ്യവസായ യൂണിറ്റ് വരികയാണെങ്കിൽ അതിനെതിരെ സംസാരിക്കാനും ആളുകളെ കൂട്ടം ചേർത്ത് നിൽക്കാനുമായിരിക്കും പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ. അതെങ്ങനെ കാണുന്നു? ഈ പഞ്ചായത്തുകളായിരിക്കും ഇതിനോട് ഏറ്റവും അധികം വിമുഖരായി നിൽക്കുന്നത്. ആ ഒരു മനസ്ഥിതിയുടെ എങ്ങനെയാണ് കാണുന്നത്? മൈൻഡ് സെറ്റ് പറഞ്ഞു. ഞങ്ങളൊരു കാര്യം ചെയ്തു, പഞ്ചായത്തുകൾക്ക് അവാർഡ് കൊടുത്തു. വ്യവസായ വകുപ്പ്, നിങ്ങൾ എത്ര തനത് വരുമാനം വ്യവസായം വഴി സൃഷ്ടിക്കുന്നു. ഞങ്ങൾ എല്ലാ പഞ്ചായത്തിലും ഒരു ഓഫീസർ ഇട്ടു, ഇന്ത്യയാണ് പഞ്ചായത്തുകൾ വിശ്വാസത്തിലെടുത്തു. പിന്നെ ഈ പറയുന്ന പ്രശ്നമുണ്ട്, നമ്മുടെ മൈൻഡ് സെറ്റിൽ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു പ്ലാന്റ് വരുന്നു, അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് അവർ അവിടെ കൊടികുത്തിയാൽ അടുത്ത ആൾ കുത്തിയില്ലെങ്കിൽ ഇവർക്ക് പിന്തുണ കുറയുമെന്ന പ്രശ്നം വരും. ഇങ്ങനെ ചില പ്രാദേശികമായ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതിന് പരിഹാരമായിട്ട് ഞങ്ങൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊണ്ടുവന്നു. 44 കൊടുത്തു കേരളത്തിൽ. ആദ്യമായിട്ടാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക്. അപ്പോൾ അത് സെയിം സ്റ്റാറ്റസാണ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ. അപ്പോൾ അങ്ങനെ കുറേ മാറ്റം വന്നു. പിന്നെ നമ്മുടെ ഒരു ഡീപ്പ് റൂട്ടഡ് പ്രിസംഷൻ ഉണ്ട്. എൻ്റെ ഒരു പ്രധാന ജോലിയായിരുന്നു അത്, ഈ പ്രിസംഷൻ ഇടിച്ച് തകർക്കുക എന്നുള്ളതായിരുന്നു. അതിൽ ഞാൻ വിശ്വസിക്കുന്ന കുറേ ട്രോളുകളൊക്കെ വരുന്നുണ്ടെങ്കിലും എല്ലാ വ്യവസായ സംഘടനകളും അതിൽ പോസിറ്റീവാണ്. അവർ ഒന്നിച്ച് തന്നെയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണിമുടക്ക് നടക്കുന്നത് കേരളത്തിൽ ഈ വാളയാർ ചുരം കഴിഞ്ഞാലേ കൊടിയുള്ളൂ എന്നാണ് പറയാം. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഡാറ്റ അനുസരിച്ച് ഏറ്റവും കൂടുതൽ പണിമുടക്ക് മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ 10 കേരളമില്ല. കേരളമില്ല. കഴിഞ്ഞൊരു 10-25 വർഷം എടുത്തോളൂ. പണിമുടക്കം മൂലം ഏത് ഗവൺമെൻറ് ഭരിച്ചോട്ടെ അടച്ചുപൂട്ടിയൊരു സ്ഥാപനമില്ല. അപ്പോൾ അത് മാറി. പിന്നെ നമ്മൾ കാണേണ്ടത് പ്രൈവറ്റ് ക്യാപിറ്റൽ, ഇവർ സ്വകാര്യവൽക്കരണമാണ്. ഇപ്പോൾ അതായില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പ്രൈവറ്റ് ക്യാപിറ്റൽ വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിനാണല്ലോ നമ്മളെല്ലാവരെയും കാണാനും ക്ഷണിക്കാനും ഇൻവെസ്റ്റ് സമ്മിറ്റൊക്കെ നടത്തുന്നത്. പക്ഷേ നിയന്ത്രണം ഗവൺമെൻറ് തന്നെ ആയിരിക്കണം. അത് മിനറൽസ് പ്രധാനമാണ്. അതൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ സ്പെസിഫിക്കായി പറയുന്നത് KMML, കെൽട്രോൺ, അതുപോലെ തന്നെ നോൺ ഫെറസ് മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് കമ്പനി കേന്ദ്രത്തിൻ്റെ NFTC, അവരെല്ലാം ചേർന്നാണ്. പക്ഷേ ഇദ്ദേഹം അവതരിപ്പിച്ച 3 കമ്പനിയുടെ പേരും പോയി. അപ്പോഴാണ് സംശയം വന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു നിലപാടുണ്ടായിരിക്കണം. കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുകയും ഈ പ്രിസംഷൻ മാറ്റുകയും ഒരു കൺസെൻസസോടുകൂടി പോവുകയും ചെയ്താൽ നമുക്ക് നാടിനെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതുതന്നെയാണ് മുൻ വ്യവസായ മന്ത്രി ശ്രീ P. രാജീവിൻ്റെ അഭിപ്രായം. നമ്മുടെ വലിയ കേരളത്തിൻ്റെ വലിയ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും നടക്കട്ടെ. മുഖ്യമന്ത്രിയും പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കട്ടെ. വിമർശനാത്മകമായി പ്രതിപക്ഷവും അതിനോട് പ്രതികരിക്കട്ടെ, സഹകരിക്കട്ടെ. ഈ സംഭാഷണം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. വളരെ നന്ദി ശ്രീ P. രാജീവ്, വളരെ നന്ദി. ഏതായാലും അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു അതിഥിയുമായി നിങ്ങൾക്ക് മുന്നിൽ DD ടോക്സ് വരികയാണ്. അതുവരേക്കും നമസ്കാരം.